സുബ്ഹാനല്ലാഹ്. ആ ചർച്ച ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ ചർച്ചയിൽ വെച്ചപ്പോൾ ആലിമീങ്ങളെയും ഫുഖഹാഇനെയും ചീത്ത പറയുന്ന ആളുകൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അഹ്ലു സുന്നത്തിന്റെ ആദർശങ്ങളെ ചോദ്യം ചെയ്യുന്നവർ കളിയാക്കിക്കൊണ്ട് അവർ ചോദിച്ചു, എന്ത് മനുഷ്യ സ്ത്രീയും നായയും തമ്മിൽ ബന്ധപ്പെട്ടുണ്ടാവുന്ന കുഞ്ഞിനെ പള്ളിയിൽ കയറ്റാവോ ഇല്ലേ എന്ന ചർച്ചയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? നിങ്ങളിങ്ങനെ ഓരോന്നില്ലാത്തത് കണക്ക് കൂട്ടി ഉണ്ടാക്കി അതും ചർച്ച ചെയ്ത് നടന്നോ എന്ന് പറഞ്ഞ് പരിഹസിച്ചു. പക്ഷേ ലോകം എവിടെ എത്തി? ഇന്ന് അമേരിക്കയിലും യൂറോപ്പിലും അത് പതിവാണ് കേട്ടോ. ഭർത്താവ് മരിച്ചുപോയ സ്ത്രീകളും അല്ലാത്തവരുമൊക്കെ നായയെ ഉപയോഗപ്പെടുത്തി ലൈംഗികമായ ദാഹം തീർക്കുന്ന കാലം വന്നുപോയി. ഇസ്ലാം അതെല്ലാം കണക്ക് കൂട്ടിയിട്ടാണ് പറയുന്നത്. ഒരു മനുഷ്യ സ്ത്രീയുടെ ഗർഭത്തിൽ നിന്ന് ഒരു നായ പുറത്തു വന്നാൽ എത്ര അപമാനമാണ്. ഉമ്മമാരെ ശ്രദ്ധിക്കണം. അല്ലാഹു ഈ സമുദായത്തെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് നായ നമ്മുടെ റൂമിന്റെ അകത്ത് കയറാൻ പാടില്ല, നായ പാത്രം തൊടാൻ പാടില്ല, നായ നമ്മളെ വസ്ത്രം തൊട്ടുകൂടാ. ആ നായയെ വളർത്താം ചില ഘട്ടങ്ങളിൽ, പക്ഷേ വീട്ടിന്റെ പുറത്ത് വളപ്പിന്റെ ഒരു മൂലയിൽ പോറ്റാവുന്നതാണ്. وكلبهم باسط ذراعيه بالوصيد لو اطلعت عليهم لوليت منهم فرارا ولملئت منهم رعبا. ഖുർആൻ പറഞ്ഞു വകൽബുഹും ബാസിത്തുൻ ദിറാഇഹി. അസ്ഹാബുൽ കഹ്ഫിന് കാവൽ നിന്ന നായ, ആ നായയെ നോക്കൂ. നായ എങ്ങനെ? ഹിസ് മാസ്റ്റേഴ്സ് വോയിസ്, യജമാനന്റെ ശബ്ദം, യജമാനന്റെ കാവൽ, യജമാനന്റെ വിശ്വാസത്തിന് കാവലിൽ നിന്നുകൊണ്ട് ആ നായ എങ്ങനെ നിൽക്കുന്ന രംഗം സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹ് നബിയോട് പറയാണ്, ആ നായയെ നോക്കൂ നിങ്ങൾ. ആ നായ എത്ര ധൈര്യത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഈ നായയെ ലോകത്തിന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഓ മുഅ്മിനായ മനുഷ്യ, നായയിൽ നിന്ന് 10 ഗുണങ്ങൾ നീ പഠിക്കണം. നായയിൽ നിനക്ക് പഠിക്കാൻ കുറെ പാഠങ്ങളുണ്ട്. തൊട്ടാൽ നജിസാണ്, ശരി. പക്ഷേ നായയിൽ വേറെ ചില ഗുണങ്ങളുണ്ട്. ആ നായയിലുള്ള ഏറ്റവും വലിയ ഗുണം, നായ അധികമായി ഭക്ഷണം കഴിക്കുകയില്ല. 2, നായക്ക് യജമാനനോട് വലിയ ഭക്തിയാണ്, ബഹുമാനമാണ്. ഓ മനുഷ്യ, നിന്റെ യജമാനനായ റബ്ബിനോട് നിനക്ക് ബഹുമാനമില്ല എങ്കിൽ നീ ആ നായയേക്കാൾ പിന്നിലാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ നായ സ്വർഗത്തിലാണ്. സുഹൃത്തുക്കളെ, നായ എന്ന ഒരു ജീവി എന്ന നിലയിൽ നായക്ക് അതിൻ്റെതായ പവിത്രതകളെല്ലാം ഉണ്ട്, അതിന് അതിൻ്റെതായ മഹത്വങ്ങളെല്ലാം ഉണ്ട്. ഒരു ജീവിയെയും ഇസ്ലാം ഒരിക്കലും തന്നെ ആക്ഷേപിക്കുകയില്ല. അബുദാബിയിൽ ഒരു മലയാളി സഹോദരനെ കാണാൻ പോയപ്പോ, അബുദാബിയിലെ പെപ്സിക്കോല എന്ന് പറയുന്ന സ്ഥലം, അവിടെ ചെന്നപ്പോ ഒരു മലയാളി, നമ്മളൊരു സുഹൃത്താണ്, അയാള് അന്വേഷിച്ചപ്പോ ആരോ പറഞ്ഞു അയാളെ കാണാൻ കുറച്ച് പ്രയാസമാണ്. അയാള് ഈ ഇതിലെ ഓഫീസിലാണ്. അത് എങ്ങനെ പറയാ, ഗൾഫുകാരൻ്റെ ജോലിയും സ്ത്രീകളെ വയസ്സും ചോദിക്കാതിരിക്കലാണ് നല്ലത് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ജോലി ആരും ചോദിക്കണ്ട, ഹലാലായാ മതി. ഹലാലായ ജോലി, അത് എത്ര താണ ജോലിയായാലും ഹലാലാണോ അള്ളാഹ് ബർക്കത്ത് ചെയ്യും. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഇയാളുടെ ജോലി എന്താണ്? പോലീസ് നായക്ക് കാവൽ നിൽക്കുന്ന ജോലിയാണ്. അതൊരു മ്യൂച്വൽ ആണിത്. അതായത് അസ്ഹാബുൽ കഹ്ഫ് ആകുന്ന വിശ്വാസികൾക്ക് നായ അന്ന് കാവൽ നിന്നപ്പോൾ ആ നായ ഒരു പക്ഷേ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം, വിശ്വാസികൾക്ക് ഞാൻ കാവൽ നിൽക്കുന്നത് പോലെ എനിക്ക് വിശ്വാസികളുടെ കാവൽ തരണമേന്ന് ഒരു പക്ഷേ പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം. കാരണം ഇപ്പൊ ഈ നായക്ക് വിശ്വാസി കാവൽ നിൽക്കുകയാണ്. അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ആ നായക്ക് വലിയ മഹത്വമുണ്ട്. അത് മുഅ്മിനീങ്ങൾക്ക് കാവൽ നിന്നതുകൊണ്ട് നായ രക്ഷപ്പെട്ടു പോയി. മരം കൊത്തി കത്തുമായി പോയില്ലേ? സുലൈമാൻ നബി അലൈഹിസ്സലാം എഴുതിയ കത്ത് ബിൽഖീസ് രാജ്ഞിക്ക് കൊണ്ടുപോയി കൊടുത്തതൊരു മരം കൊത്തിയാണ്. ആ പവർ കൊണ്ട് ആ മരം കൊത്തിയും സ്വർഗത്തിൽ തന്നെ അമ്പിയാക്കളുമായി സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെട്ടാൽ, അവരെ കൂടെ നടന്നാൽ, അവരെ സ്നേഹിച്ചാൽ, അവരെ ചെരുപ്പ് തുടച്ചു കൊടുത്താൽ, അവരെ സ്നേഹിച്ചാൽ, അവരെ ഇഷ്ടപ്പെട്ടാൽ, അവർക്ക് ഖിദ്മത്ത് ചെയ്താൽ
മുഅ്മിനായ മനുഷ്യന് ഗുണം ലഭിക്കുന്നതാണ്. ആ പാഠം ആ നായയിലുണ്ടെങ്കിലും നായയെ വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റരുത്, റഹ്മത്തിന്റെ മലക്ക് വരികയില്ല. വിശ്വാസിയുടെ സുദിനം ചർച്ച ചെയ്യുമ്പോൾ നായ വീട്ടിൽ വേണ്ട. അതുപോലെ ജനാബത്തുകാരൻ ഉടനെ കുളിച്ചു കൊള്ളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജനാബത്തുണ്ടായാൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഉടനെ വുളൂ ചെയ്യും, എന്നിട്ട് കിടന്ന് നിസ്കാരത്തിന്റെ സമയമായാൽ അവിടുന്ന് കുളിക്കും. ചിലപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുപോയി വെച്ചാൽ ഭാര്യയായ എന്നെ നബി തങ്ങൾ വിളിക്കും. ഞാൻ ആ വെള്ളത്തിന്റെ സമീപത്ത് പോയാൽ ആ പാത്രത്തിൽ നിന്ന് വെള്ളം എനിക്ക് നബി തരാതെ കുറെ കളിക്കും. പിന്നെ പാത്രം ഞാൻ വാങ്ങും, ഞാൻ എടുത്ത് വെള്ളം ഇങ്ങനെ മുക്കി കുളിക്കുമ്പോൾ അവിടുന്ന് എന്നോട് പറയും, ആയിഷ പാത്രം ഇങ്ങുതാ. ഞാനപ്പോൾ പാത്രം കൊടുക്കാതെ പിടിച്ചു വെക്കും. പിന്നെ അവിടുത്തേക്ക് പാത്രം കിട്ടിയാൽ പിന്നെ എനിക്കിങ്ങോട്ട് തരികയില്ല. അങ്ങനെ സല്ലാപത്തോടെ വളരെ സന്തോഷത്തോടെ ജനാബത്ത് കുളിക്കുകയും നിസ്കരിക്കുകയും ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാതൃക ഈ റമദാനിൽ നമ്മൾ ഉൾക്കൊള്ളണം. റമദാനിൽ പ്രതിജ്ഞ എടുക്കണം. റമദാനിന്റെ രാത്രികളിൽ ഭാര്യമാരുമായി ജിമാഅ് ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ? ഉഹില്ല ലക്കും ലൈലത്തു സിയാമിർ റഫതു ഇലാ നിസായിക്കും. രാത്രിയിൽ നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യമാരുമായി ബന്ധപ്പെടൽ അനുവദനീയമാണ്. പക്ഷേ സുബഹി നിസ്കാരത്തിന്റെ സമയത്തിന് മുൻപ് അത് കഴിയുന്നില്ല എങ്കിൽ റമദാനിന്റെ പകലിലേക്ക് ആ പ്രവർത്തനത്തിന്റെ വാലുകൾ പോയാൽ വലിയ അദാബാണ്, വലിയ അപകടമാണ്, വലിയ കഫാറത്താണ്. ആ ഒരു നോമ്പ് ഖളാ വീട്ടിയാൽ മാത്രം പോരാ, വേറെ 60 നോമ്പ് തുടരെയായി നോൽക്കേണ്ടതാണ്. അപ്പോ ജനാബത്ത് കുളി, ജനാബത്തുള്ളവർ വീട്ടിലുണ്ടായാൽ റഹ്മത്തിന്റെ മലക്ക് വരികയില്ല. കുളി കഴിഞ്ഞു. ഇനി അതിന്റെ നിയമങ്ങളും അതിന്റെ മസാലകളും പറയാൻ പോയാൽ നമ്മളെ വിഷയം പറയാൻ പിന്നെ കഴിയാതെ പോകും. അത് കഴിഞ്ഞ് രാവിലെ ഒരു ദിവസത്തിൽ ഏറ്റവും നല്ല സമയം പ്രഭാതമാണ്. സുപ്രഭാതം, നല്ല സമയം പ്രഭാതമാണ്. ബൂരിക്കലി ഉമ്മത്തി ഫീ ബുക്കൂരിയ, എന്റെ സമുദായത്തിന് രാവിലെകളിൽ ബർക്കത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു. രാവിലെയാണ് ബർക്കത്ത്. നിക്കാഹിന് ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ച, ജുമഅയുടെ മുൻപുള്ള പ്രഭാതമാണെന്ന് കിതാബുകളിൽ കാണാം. സാധാരണ അങ്ങനെ ആരും ചെയ്യാറില്ല എന്ന് മാത്രം. അത് നടപ്പിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. വെള്ളിയാഴ്ച രാവിലെ, അന്ന് എല്ലാവർക്കും ഒഴിവുമായിരിക്കും. പക്ഷെ നമ്മളെ നാട്ടിലുള്ള വിവാഹത്തിന് മുൻപുള്ള കുറെ പറയലും നിശ്ചയിക്കലും എല്ലാം കൂടി ഉണ്ട്. അതെല്ലാം കൂടി ബഹളെല്ലാം കൂടി ഇതിലേക്ക് കൊണ്ടുപോയി മുട്ടിച്ചാൽ അവസാനം ജുമയ്ക്ക് ഖത്തീബിന് പോകാൻ സമയമില്ലാതെയായി പോകും. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച അങ്ങനെ അല്ലാതെയായി വേറെ ദിവസങ്ങളിലേക്ക് അത് കടന്നു പോകാൻ കാരണം. പറ്റാത്തത് കൊണ്ടല്ല. അപ്പൊ പ്രഭാതം രാവിലെ അതിന് വലിയ ബർക്കത്താണ്. യാത്രയ്ക്ക് ഏറ്റവും നല്ല സമയവും ഏതൊരു ഗുണമായ കാര്യം തുടങ്ങാൻ പറ്റിയ സമയവും രാവിലെയാണ്. ആ രാവിലെ പ്രഭാതം, ആ പ്രഭാതത്തിന് കൂടുതൽ കുളിർമ നൽകാൻ വേണ്ടി രാവിലത്തെ പ്രവർത്തനം നിസ്കാരമായിരിക്കണം, നിസ്കാരമാകണം. അവിടെയാണ് കിതാബുകളിൽ കാണാം, കാലത്ത് എഴുന്നേറ്റ് സുബഹി നിസ്കാരത്തിന് മുൻപ് തന്നെ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കണം. വളരെ മഹത്വമുള്ള അമലാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാം അത് പതിവാക്കാൻ തൗഫീഖ് നൽകട്ടെ. തഹജ്ജുദ് നിസ്കാരം ഹിസാബ് ഇല്ലാതെ സ്വർഗത്തിൽ പോകാൻ കാരണമാകുന്ന അമലാണ്. ആ തഹജ്ജുദ് നിസ്കാരം 2 റക്അത്ത് നിർവഹിച്ചതിനു ശേഷം അപ്പോഴേക്ക് അതാ തഹജ്ജുദിന് വേണ്ടി ഒരു ബാങ്കും സുന്നത്തുണ്ട്. മക്കത്തും മദീനത്തുമുള്ള പള്ളികളിൽ സുബഹിന്റെ മുമ്പ് ഒരു ബാങ്ക് കേൾക്കാം. ഫത്ഹുൽ മുഈനിൽ പറയുന്നു, ഒരു പള്ളിക്ക് 2 മുഅദ്ദിൻ ഉണ്ടാവൽ സുന്നത്താണ്. ഒരു പള്ളിക്ക് 2 ബാങ്ക് കൊടുക്കുന്ന ആളുകളാണ് 2 മുഅദ്ദിൻ. ചെറിയ നിസ്കാര പള്ളിക്കും തൈക്കാവിനൊന്നും 2 ആളെ വെക്കാനുള്ള ശേഷി ഉണ്ടാവൂല. മസ്അലുള്ളത് 2 മുഅദ്ദിൻ വേണം. ഒരാൾക്ക് ലീവ് സമയത്ത് മറ്റേ മുഅദ്ദിന് വരാൻ സൗകര്യം, പിന്നെ ഒരു മുഅദ്ദിനെ വേണമെങ്കിൽ ഇമാമൊക്കെ ആക്കി പ്രൊമോട്ട് ചെയ്യുക. പല ഗുണങ്ങളും അതുകൊണ്ടുണ്ട്. സുബഹിക്ക് 2 ബാങ്കും സുന്നത്താണ്. ആ ഒരു ബാങ്ക് അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം വിളിക്കുമ്പോൾ മറ്റേ ബാങ്ക് ബിലാൽ റളിയല്ലാഹു അൻഹു വിളിക്കുന്നു. ആദ്യത്തെ ബാങ്ക് വിളി കേട്ടാൽ എഴുന്നേൽക്കണം.
ഞാനിങ്ങനെ ആലോചിച്ചു പോവുകയാണ്. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഈ റമദാനിൽ കാലത്ത് എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്ന ഇതേ ആവേശം റമദാൻ കഴിഞ്ഞ് മുസ്ലിം ഉമ്മത്തിനുണ്ടാവുകയാണെങ്കിൽ ഈ സമൂഹത്തെ തോൽപ്പിക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയുകയില്ല. ബൈത്തുൽ മുഖദ്ദസ് എന്ന പള്ളി ജൂതന്മാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാൻ വേണ്ടി, ആ പള്ളി മുസ്ലിമീങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പള്ളിയുടെ താക്കോൽ തുറന്നുകൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബ് ഏൽപ്പിച്ചത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ്. ബിലാലിന്റെ പവർ സുബഹിന്റെ ബാങ്ക് കൊടുത്ത പവറാണ്. ആ സുബഹിന്റെ സമയം രാവിലെ എഴുന്നേൽക്കൽ നമ്മളെ പതിവാക്കി നമ്മൾ മാറ്റണം. എന്നിട്ട് ബാങ്ക് വിളിച്ച ഉടനെ, ബാങ്ക് കേട്ട ഉടനെ എഴുന്നേറ്റ് വുളു എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കണം. സുബഹിന്റെ മുൻപുള്ള 2 റക്അത്ത്, സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത്. ആ 2 റക്അത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തുടങ്ങി ഫാത്തിഹ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹു അഹദ്. വേറെ ചില സൂറത്തുകൾ കൂട്ടിച്ചേർക്കണമെന്ന് കിതാബുകളിൽ പറയുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞ ഉടനെ, സുബഹ് നിസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത് കഴിഞ്ഞാൽ പിന്നെ സുബഹ് നിസ്കാരാണല്ലോ, അത് രണ്ടിന്റെയും ഇടയിൽ ഒരു കിടത്തം സുന്നത്താണ്. ആ കിടത്തം എന്തിനു വേണ്ടിയാണ്? അൽ മൗത്ത്. രാവിലെ നിന്റെ വായി കൊണ്ട് നീയൊന്ന് പറഞ്ഞേക്ക്, അൽ മൗത്ത്. മരിക്കേണ്ട തടിയാണല്ലോ. ഇതങ്ങ് പറയുമ്പോൾ ഭാര്യ അപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടാകും, എന്ത് മരിക്കേണ്ട ആളാണെന്നോ, നിങ്ങളാ, അല്ലോ നിങ്ങൾ മരിക്കരുതേ എന്ന് ഭാര്യ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. അതുകൊണ്ട് അൽ മൗത്ത് മരിക്കേണ്ട തടിയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്, എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെ ശരീരത്തിന്റെ തലഭാഗം വടക്ക് ഭാഗത്തും കാലിന്റെ ഭാഗം തെക്ക് ഭാഗത്തുമാക്കി ഖിബ്ലയുടെ ഭാഗത്തേക്ക് മുഖം തിരിച്ച് ഒരു കിടത്തം സുന്നത്താണ്. രാവിലെ സുബഹി നിസ്കാരത്തിന്റെ സുന്നത്ത് കഴിഞ്ഞ ഉടനെ സുബഹിന്റെ ഫർള് നിസ്കരിക്കുന്നതിന് മുൻപ് ഖബറിൽ എങ്ങനെയാണോ മയ്യത്ത് വെക്കാറുള്ളത് അതുപോലെ ഒരു കിടത്തം സുന്നത്താണ്. ആ കിടത്തത്തിൽ ഒരു ദിക്ർ ഉണ്ട്, എഴുതി വെക്കാവുന്നതാണ്, അല്ലെങ്കിൽ പഠിക്കാവുന്നതാണ്. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകാല വഇസ്റാഫീല വറബ്ബ മുഹമ്മദിൻ അല്ലാഹുമ്മ അജിർനീ മിനന്നാർ. രാവിലെ മുതൽ അന്നത്തെ ദിവസം ബർക്കത്തിലാകാനുള്ള ദുആയാണ്. അല്ലാഹുമ്മ പടച്ചവനെ, റബ്ബ ജിബ്രീല, ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിന്റെ റബ്ബേ, വമീകായില, മീകായിൽ അലൈഹിസ്സലാമിന്റെ റബ്ബേ, വഇസ്റാഫീല, ഇസ്റാഫീലിന്റെ റബ്ബേ, വറബ്ബ മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റബ്ബേ, അജിർനീ മിനന്നാർ. അവിടെ അസ്റായിലിന്റെ റബ്ബേ എന്ന് ആ റിപ്പോർട്ടിൽ കാണുന്നില്ല. അസ്റായിലിന്റെ പേര് പിന്നെ അവിടെ പറയണമെന്നില്ല, വിഷയം തന്നെ അതാണല്ലോ. അൽ മൗത്ത് അല്ല തുടക്കം. വിചാരം അങ്ങനെയാണ്, പ്രാർത്ഥന അങ്ങനെയാണ്. രാവിലെ ആ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ദിവസം ആരംഭിക്കുന്നത്. എന്നിട്ട് നമ്മളെ ഖബറിൽ കൊണ്ടുപോയി വെക്കുന്ന ആ രംഗം മനസ്സിലിങ്ങനെ വിചാരിക്കുക, ഇങ്ങനൊരു ദിവസം എൻ്റെ മയ്യത്ത് വെക്കുമല്ലോ റബ്ബേ, അതേത് പള്ളിക്കാട്ടിലാണ്, ഏതു നാട്ടിലാണ്, മക്കത്താണോ മദീനത്താണോ അറിയില്ല. നമ്മളെ പ്രിയങ്കരനായ സുഹൃത്ത് വെള്ളില മുഹമ്മദ് ഫൈസി, അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ, മദീനയിലല്ലേ വിശ്രമിക്കുന്നത്. നമ്മളൊക്കെ എവിടെയാണ് എപ്പോഴാണ് അറിയുകയില്ല. അത് രാവിലെ ഒന്ന് ഓർമ്മയിൽ വെച്ചോ. അക്സിറു മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്ത് അൽ മൗത്ത്. മരണത്തെ നീ ഓർക്കണം, അത് ഓർക്കലിനെ വർദ്ധിപ്പിക്കണം. രാവിലെ അത് ഓർമ്മയിൽ വരണം. അല്ലാഹുമ്മ അജിർനീ മിനന്നാർ, നരകത്തിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. പിന്നെയാണ് സുബഹി നിസ്കാരം. ആ സുബഹി നിസ്കാരത്തിന് പുരുഷന്മാര് പള്ളിയിൽ പോയാൽ വളരെ നല്ലത്. എത്ര പ്രയാസപ്പെട്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ പോകാറുള്ളത്. ഒരൊറ്റ ജമാഅത്തിന് അവിടുന്ന് വൈകിയപ്പോൾ ബനു ഔഫ് ഇബ്നു മാലിക്കിന്റെ ഒരു ചെറിയ പള്ളിയുണ്ട് മദീനത്ത്. ആ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയപ്പോൾ മദീനത്തെ പള്ളിയിൽ നിസ്കാരത്തിന്റെ ബാങ്ക് വിളിച്ച് ഇഖാമത്തിന്റെ സമയമായപ്പോൾ
ബിലാൽ റളിയല്ലാഹു അൻഹു, ബാങ്ക് കൊടുത്ത ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, സിദ്ദീഖിനോട് ചോദിക്കുകയാണ് റളിയല്ലാഹു അൻഹു, എന്ത്, എവിടെ? ഇമാമിനോട് ചോദിച്ച് മാത്രമേ മഅ്മൂമ് ഇഖാമത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇമാമിനെ ഒന്ന് നോക്കണം എവിടെയാ ഉള്ളത്. ഇമാം അങ്ങോട്ടോ പറയാതെ പോയി, ഈ വൈക്കൊന്നുമില്ല. ഇപ്പം പിന്നെ ഇമാമിന്റെ മഅ്മൂമിന്റെ മൊബൈൽ ഉണ്ടാവും. പക്ഷെ അതും കാത്തൊന്നും ഈ മഅ്മൂമുകളെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് ബിലാൽ ചോദിച്ചു, നമ്മൾ നിസ്കരിക്കല്ലേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ല, നബി തങ്ങൾ വരട്ടെ. എവിടെയാണ് പോയത്? വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണം. മദീന പള്ളിയിൽ നിന്ന് കുറച്ചകലെ ബനു അംർ ഇബ്നു ഔഫ് എന്ന് പറയുന്ന ഒരു ഗോത്രമുണ്ട്. അവിടെ ഒരു പള്ളിയുണ്ട്. അപ്പള്ളിയിൽ നബി പോയത് എന്തിനാണ്? ഒരു വിഷയം മദ്യം പറഞ്ഞു തീർക്കാൻ പോയതാ. എവിടെ പ്രശ്നമുണ്ടോ ആ പ്രശ്നം എല്ലാം തീർക്കുന്ന ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർക്കാൻ പോയതാണ്. നബി തങ്ങൾ ആ പ്രശ്നം തീർത്തു വരുമ്പോഴേക്ക് ജമാഅത്തിന്റെ സമയം കഴിഞ്ഞു പോകുമോ എന്ന് പേടി വന്നപ്പോ സിദ്ദീഖുൽ അക്ബർ മിഹ്റാബിൽ കയറി നിസ്കാരം തുടങ്ങുന്നു. നിസ്കാരം തുടങ്ങിയപ്പോഴേക്ക് പ്രശ്നം തീർത്ത് നബി തങ്ങൾ വന്നുപോയി. അത്ര മഹത്വമുള്ള ജമാഅത്ത് കുറെ കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ ജമാഅത്ത് പതിവാക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. ഈ സദസ്സിൽ വളരെയധികം നിഷ്കർഷത പാലിച്ചുകൊണ്ട് ജമാഅത്തായി നിസ്കരിക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. പള്ളിയിൽ പോകാൻ കഴിയാതെ വരുന്ന സമയം ഭാര്യയെയും മക്കളെയും ഒക്കെ വിളിച്ചുണർത്തി ഒരു ചെറിയ ജമാഅത്ത് പള്ളിയിലുണ്ടാക്കാം, വീട്ടിലുണ്ടാക്കാം. ആ വീട്ടിൽ ഓഫീസ് റൂം എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറിയ ഒന്നുണ്ട്. അത് ഓഫീസും അല്ല, വേറെയൊന്നുമല്ല. അടക്കയുടെ ചാക്കു, കൊട്ടയും അതൊക്കെയാണ് ഓഫീസ് റൂമിൽ പലപ്പോഴും ഉണ്ടാവുക. മേശ ഉണ്ടാവില്ല, കസേര ഉണ്ടാവില്ല, ഒരു നമ്പർ കുറിക്കാനുള്ള പേന വരെ ഇല്ലാത്ത ഓഫീസ് റൂം. എല്ലാ ഓഫീസുകളെ പറ്റി പറയല്ല, അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കഥ. ആ ഓഫീസ് റൂം നമുക്കൊരു പുതിയ നാമം, നാളെ മുതൽക്കൊരു പുതിയ ബോർഡ് വെക്കുക. പ്രയർ ഹാൾ എന്നാക്കി മാറ്റുക, പ്രാർത്ഥനക്കുള്ള സ്ഥലമാക്കി മാറ്റുക. എന്നിട്ട് അവിടെ ഭർത്താവ് ഇമാമായി നിൽക്കുന്നു, ഭാര്യ മഅ്മൂമാണ്, കുട്ടികളും മഅ്മൂമുകളാണ്. അഫ്ദലുൽ ഉലമ പാസ്സായ ഭാര്യയെ ഇമാമാക്കിയിട്ട് 4ാം ക്ലാസ് മാത്രമുള്ള ഭർത്താവ് മഅ്മൂമാകാമോ എന്ന് ആരും സംശയിക്കേണ്ടതില്ല. പെണ്ണ് ഇമാമത്തിന് പറ്റുകയില്ല. അപ്പൊ പള്ളിയിൽ അല്ലെങ്കിൽ വീട്ടിൽ രാവിലെ ജമാഅത്ത് ഒക്കെ നമ്മൾ വിചാരിച്ചാൽ കഴിയും. ചെറിയൊരു ശ്രമം, ഒരു ഉത്സാഹം. പള്ളിയിൽ പോകാൻ കഴിഞ്ഞില്ലേ? എന്നാ നമ്മളെ കടയിൽ, നമ്മളെ ഓഫീസിൽ, അവിടെ ഒരാളെ വിളിച്ചിട്ട് അയാളോടൊപ്പം ജമാഅത്തുണ്ടാക്കുക. ഇത് നമ്മളെ വിശ്വാസിയുടെ സുദിനത്തിൽ ജമാഅത്ത് കയറി വരണം. ആ നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കൂ സുഹൃത്തുക്കളെ, വലിയ ബർക്കത്ത് നമുക്ക് വേണ്ടേ? വലിയ വിജയം വേണ്ടേ നമുക്ക്? അതാ പള്ളിയിൽ ജമാഅത്ത് കഴിഞ്ഞിങ്ങ് ഇറങ്ങിയപ്പോൾ റോഡിന്റെ സൈഡിൽ ഒരു ചെറിയ സ്റ്റേഷനറി കട നടത്തുന്ന ഒരു സുഹൃത്തുണ്ട്. പേര് സുലൈമാൻ എന്നാണ്. അവൻ വേഗം, ഉസ്താദേ നിസ്കാരം കഴിഞ്ഞോ? കഴിഞ്ഞ്. പിന്നെ എന്തൊക്കെ വിശേഷം? സുഖം തന്നെ. നിങ്ങൾ ദ്വാർക്കണേ, നമ്മളെ കാര്യത്തിലൊക്കെ ദ്വാർക്കണം. എന്റെ പീടികയും കടയും കച്ചവടമൊക്കെ എവിടെ? ഒന്നും ഒരു ഉഷാറില്ല. ആ ഗ്യാപ്പിൽ ഇട്ട് കൊടുക്കണം. സഹോദരാ, എന്റെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടി നല്ലൊരു മാർഗം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഒരു ദഅവത്ത് നടത്തണം, ഒരു ദഅവത്ത് നടത്തണം. ആ സഹോദരനോട് പറയാ, രാവിലെ 10 വട്ടം ചൊല്ലുന്നൊരു ദിക്റുണ്ട്. ആ ദിക്റ് പതിവാക്കി ചൊല്ലിയാൽ നിന്റെ ദോഷം പൊറുക്കപ്പെടുന്നതും നിനക്ക് പദവികൾ ഉയരുന്നതും എന്നോട് ധാരാളം മുഅ്മിനീങ്ങൾക്ക് ഖൽബിൽ സ്നേഹമുണ്ടാകുന്നതുമാണ്. അങ്ങനെയുള്ളൊരു ദിക്ർ നീ ദിവസവും 10 വട്ടം ചൊല്ലണം. ആ സഹോദരൻ ചോദിക്കുന്നു, എപ്പോഴാണ് ചൊല്ലേണ്ടത്? സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് അത്തഹിയ്യാത്തുവിന്റെ അതേ ഇരുത്തത്തിൽ കാല് തെറ്റിക്കാതെ 10 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ 10 വട്ടം നീ ചൊല്ലിയാൽ നിന്റെ കച്ചവടത്തിൽ ബർക്കത്ത് ലഭിക്കുന്നതാണ്.
നിന്റെ എല്ലാ വിഷയത്തിലും റബ്ബ് പൊരുത്തം നൽകുമെന്ന് പറഞ്ഞപ്പോൾ ആ കച്ചവടക്കാരൻ തൽക്കാലം ഭൗതികമായ ലക്ഷ്യത്തിന് വേണ്ടിയാണെങ്കിലും നിസ്കരിക്കാൻ മുന്നോട്ട് വരും. അത് അയാൾ പതിവാക്കി കിട്ടിയാൽ അയാളും രക്ഷപ്പെട്ടു. അത് പറഞ്ഞു കൊടുത്ത ഉസ്താദിന് വലിയ ഗുണമായി മാറുകയും ചെയ്യും. അതും കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞാൽ പലരും ശ്രദ്ധിക്കാത്ത ഗൗരവമുള്ളൊരു വിഷയം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സുബഹ് നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയം വരെ ഉറങ്ങാൻ പാടുള്ളതല്ല. ഗൾഫുകാരായാലും അല്ലാത്തവരായാലും സുബഹ് നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്കൊക്കെ ഒരു പതിവുണ്ട്. റമദാനിലും നമ്മൾ അങ്ങനെ ചെയ്യുന്നവരാണ്. ഞാനിപ്പോ ഓർക്കുകയാണ്, എൻ്റെ പിതാവ് സുബഹി നിസ്കാരം കഴിഞ്ഞ് റമദാനിലും അല്ലാത്ത കാലത്തുമൊന്നും സുബഹ് നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയം വരെ തീരെ ഉറങ്ങാറില്ല. സൂര്യോദയത്തിലേക്ക് സുബഹി നിസ്കാരം കഴിഞ്ഞ് പരമാവധി 1 മണിക്കൂറല്ലേ ഉള്ളൂ. ജമാഅത്തിനൊക്കെ പള്ളിയിൽ പോയി വന്നാൽ പിന്നെ 20 മിനിറ്റല്ലേ ഉള്ളൂ. ആ 20 മിനിറ്റ് നിസ്കാരം പാടില്ല. അങ്ങനെ ആരെങ്കിലും ഉറക്കം പാടില്ല. ആ സമയത്ത് ആരെങ്കിലും ഉറങ്ങിയാൽ ആ ഉറങ്ങുന്ന മനുഷ്യനെ ആകാശവും ഭൂമിയും ശപിക്കുന്നതാണ്. ഓ പഹയ, നിനക്ക് ലയനത്തുണ്ടാവട്ടെ എന്ന് ആകാശവും ഭൂമിയും ശപിക്കും. സൂര്യന്റെ ഉദയം വരെ ഒരു 10-20 മിനിറ്റ് നിസ്കരിച്ച് പിന്നെ അത്രേ സമയമുള്ളൂ. ആ സമയത്തിൽ എന്തെങ്കിലും ദിക്ർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദിക്റാണ്. ഇൻഷാ അല്ലാഹ് ദിക്റും ദുആയും എന്ന പ്രാർത്ഥന എന്നൊരു പ്രത്യേക വിഷയമുള്ളത് കൊണ്ട് ഞാനിപ്പോൾ അത് പറയുന്നില്ല. അപ്പോ അത് കഴിഞ്ഞ് സുബഹ് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തി. വീട്ടിൻ്റെ ഒരു മൂലയിലൊരു വിദ്വാനുണ്ട്, ഉറങ്ങുന്നു. മൂത്ത മകനാണ്, ഓൻ ഡിഗ്രി പാസ്സായതാ. രണ്ടാമത്തോ 4ാം ക്ലാസ് തോറ്റതിന് ശേഷം ഇപ്പൊ അങ്ങാടി കൂടെ നടക്കല, സർവേ ആ പരിപാടി. അവർ രണ്ടാളും എന്തോ പന്തയം വെച്ച് ഉറങ്ങുന്നത് പോലെ ഉണ്ട്. നമ്മളൊന്ന് ഹയാത്താവാതെ പറ്റുകയില്ല. ബാപ്പക്കും ഉമ്മക്കും കുറച്ച് കമാൻഡിങ് പവർ വേണം. മോനെ കരളെ, ഈ എണീക്കുന്നില്ലേ? അങ്ങനെയും പറയാ. അങ്ങനെ പറഞ്ഞിട്ട് എണീറ്റ് കിട്ടിയാ അൽഹംദുലില്ലാ. അങ്ങനെ പറഞ്ഞിട്ട് വഴിപ്പെടാത്തതാണെങ്കിൽ എന്നോടാ പറഞ്ഞത്, ഒരൊറ്റ പറച്ചിൽ കൊണ്ട് പൊങ്ങിപ്പോണം. അത് ആ സമയത്ത് ഉണ്ടാക്കിയാ പോരാ. കുട്ടിക്കാലം മുതൽക്ക് തന്നെ മകനോടുള്ള സംസാരത്തിൽ കമാൻഡിങ് പവർ ഉമ്മക്കും ബാപ്പക്കും വേണം. ആ പവർ ഉപയോഗപ്പെടുത്തി കാലത്ത് ഹയാത്താക്കാൻ കഴിയണം. വീടുകൾ കാലത്ത് ഹയാത്താവണം. എന്നിട്ട് സുബഹി നിസ്കാരം കഴിഞ്ഞ് ഖുർആനിൽ പ്രമോദനം. ഈ പ്രഭാഷണ പരിപാടി ആരംഭിച്ച ദിവസം കാലം തേടുന്ന വേദഗ്രന്ഥം എന്ന വിഷയത്തിൽ നാം പ്രസംഗിച്ചപ്പോൾ ഖുർആൻ പാരായണത്തിന്റെ ചില കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല. ഖുർആൻ പാരായണം ചെയ്ത് ആ ഖുർആൻ ഓതാൻ സമയമില്ല, ബസ് ഇപ്പം വരും, എന്തു വേണം? ആ ഖുർആനൊന്ന് നിവർത്തി അതിലൊന്ന് ഉമ്മ വെച്ചോ, ഒന്ന് ചുംബിച്ച്, റബ്ബേ ഇത് നിന്റെ വചനമാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി തങ്ങൾ പറഞ്ഞല്ലോ, നിനക്കൊരാള് കത്തെഴുതിയാൽ ആ കത്തിന്റെ വില എഴുതിയവന്റെ വിലയല്ലേ. ആ കത്തെഴുതിയത് ഭാര്യയാണെങ്കിൽ ആ ഭാര്യയുടെ പരിഗണനയാണ് ആ ലെറ്ററിന്. ഭർത്താവിന്റെ കത്താണെങ്കിൽ ഭർത്താവിന് നൽകുന്ന സ്ഥാനമാണ് ആ കത്തിന്. അല്ല ഉസ്താദ് എഴുതിയ കത്താണെങ്കിൽ ആ ശിഷ്യനെ കത്തൊരിക്കലും കീറിക്കളയുകയില്ല. ഇടയ്ക്കിടെ ആ കത്തെടുത്ത് ഇങ്ങനെ ചുംബിക്കും. കാരണം ഇത് ഉസ്താദിന്റെ കൈപ്പടയാണല്ലോ. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു കത്ത്, ബഹ്റൈൻ രാജാവിന് എഴുതിയൊരു കത്ത് കിട്ടിയപ്പോൾ ആ കത്ത് കൊണ്ടുപോയി ബർക്കത്തിന് വേണ്ടി സൂക്ഷിച്ച മഹാന്മാരാണ് നമ്മളെ മുമ്പ് കഴിഞ്ഞു പോയത്. അപ്പൊ കത്ത് സ്വാലിഹീങ്ങൾ എഴുതിയ കത്തിന് ബഹുമാനമുണ്ടെങ്കിൽ എഴുതിയവന്റെ മഹത്വമാണ് കത്തിനുള്ളതെങ്കിൽ രാജസയ്യിദായ റബ്ബിന്റെ ഖുർആനാണ്. ആ ഖുർആനൊന്ന് ചുംബിച്ചിട്ടല്ലാതെ തൊട്ടിട്ടല്ലാതെ നീ പുറത്തേക്ക് പോകണ്ട. ഈ കൊണ്ടോട്ടിയുടെ സമീപത്തൊരു സഹോദരനെ ഇപ്പൊ ഞാനിങ്ങനെ ഓർക്കുകയാണ്. ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, സാധുവായ മനുഷ്യൻ. ഈ പ്രദേശത്ത് ഒരുപാട് സ്വാലിഹീങ്ങളുണ്ട്. റഹ്മാനായ റബ്ബ് അവരെയും നമ്മയും സ്വർഗത്തിൽ ഹബീബായ നബിയുടെ കൂടെ ലിവാഉൽ ഹംദ് എന്ന കൊടിയുടെ കയ്യിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഒരുപാട് ഉമ്മമാരുണ്ട്, സഹോദരന്മാരുണ്ട്. എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. രാവിലെ ദിവസവും എഴുന്നേറ്റ്, കോഴിക്കോട്ടാണ് അയാളെ ജോലി, ഒരു പ്രസ്സിൽ ജോലിയാണ്.
ഇവിടുന്ന് കൊണ്ടോട്ടിന്ന് പോവുകയാണ് കോഴിക്കോട്ടേക്ക്. ഒരു ദിവസം അയാൾ സഞ്ചരിക്കുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് സന്ദർശിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ വന്നു. അപ്പോഴാണ് വിവരമറിയുന്നത്, ആ സഹോദരൻ അദ്ദേഹത്തിൻ്റെ സുദിനങ്ങൾ കാലത്ത് എഴുന്നേറ്റ് ഖുർആൻ ഓതുന്ന, ദിക്ർ ചൊല്ലുന്ന ആ സഹോദരൻ ചിലപ്പോൾ നല്ലൊരു പരിപാടി അദ്ദേഹം കണ്ടെത്തി വീട്ടിൽ നിന്ന് ഖുർആൻ ഓതാൻ സമയം കിട്ടാത്തത് കൊണ്ട് ഖുർആനും ദിക്റുകളും ഹദ്ദാദുമെല്ലാമുള്ള ചെറിയൊരു പുസ്തകം എടുത്തു അത് കീശയിൽ വെക്കുകയാണ്. എന്നിട്ട് ബസ്സിൽ കയറി യാത്രയിലുടനീളം അത് വായിക്കുകയാണ്. അന്നയാൾ മരിച്ചപ്പോൾ ആ മയ്യത്ത് മോർച്ചറിയിൽ കൊണ്ടുപോയി അയാളെ വസ്ത്രമഴിച്ചപ്പോൾ ആ പോക്കറ്റിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ പുസ്തകം ഏതാണ്? ഹദ്ദാദും യാസീനുമുള്ള പുസ്തകമാണ്. ഇത് മാതൃകയാക്കാൻ പറ്റിയതാണ്. ഖുർആനിന്റെ ഭാഗങ്ങൾ കീശയിൽ കൊണ്ട് നടക്കാതിരിക്കലാണ് നല്ലത്. കാരണം വുളൂ മുറിഞ്ഞാൽ അത് ചുമക്കലും തൊടലും പാടില്ലല്ലോ. അതുകൊണ്ട് നല്ലത് ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലത് ദിക്റുകളുള്ളൊരു പുസ്തകം കയ്യിൽ വെക്കുക. അതിങ്ങനെ ഒഴിവ് സമയത്ത് ഇങ്ങനെ വായിക്കുക. ഹസനത്തുകളാണ്. ആകാശത്ത് ഇസ്രാ മിറാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ട സമയം ഇബ്രാഹിം നബിയെ നബി തങ്ങൾ കാണുകയാണ്. റസൂലുള്ളാഹിന്റെ അതേ കട്ട്, അതേ രൂപം, അതേ മുഖം, അല്പം ഉയരതി കണ്ടു നേടി ഇബ്രാഹിം നബിക്ക്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ചൂണ്ടിക്കാണിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, അതാരാണെന്ന് അറിയോ? നിങ്ങൾ ഉപ്പാപ്പയാണ്. കമാ സല്ലൈത അലാ ഇബ്രാഹിം എന്ന് പറഞ്ഞ് നിങ്ങൾ ഉപ്പാപ്പയാണ്. ആ ഉപ്പാപ്പന്റെ സമീപത്ത് ചെന്ന് നോക്കുമ്പോൾ ദിക്ർ ചൊല്ലുകയാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. വലിയ ദിക്റാണ്. സൂറത്തുൽ അൽ കൗഫിൽ വൽ ബാഖിയാത്തുസ് സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക എന്ന വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ ദുനിയാവും ആഖിറവും കിട്ടാൻ പറ്റിയ ദിക്റാണ്. ആ ദിക്ർ അടക്കമുള്ള ഹദ്ദാദ് റാത്തീബ് വളരെ മഹത്വമുള്ളതാണ്. അത് എഴുതിയ ഒരു ചെറിയ പുസ്തകം കയ്യിൽ വെച്ച് അത് ഒഴിവ് സമയത്തെല്ലാം ചൊല്ലൽ നമ്മളെ സുദിനം, നമ്മളെ ദിനം നന്നാക്കാനുള്ള മാർഗമാണ്. അതും കഴിഞ്ഞ് അടുത്ത പരിപാടി വീട് വൃത്തിയാക്കലും ഭക്ഷണം പാചകം ചെയ്യലുമാണ്. അത് മൊത്തം സ്ത്രീകളെ അതിനു വേണ്ടി കെട്ടിക്കൊണ്ടുവന്നതാണ്. ഇതുകൊണ്ട് ഉസ്താദെ അതിപ്പോ ഞങ്ങളോട് പറയണ്ട, അങ്ങനെ ഉണ്ടാവും. മുമ്പാരോ പറഞ്ഞു റമദാനിലെ നോമ്പ് വേണോ നോൽക്കാം, തറാവീന്റെ നിങ്ങൾ പറയരുത്, അത് വേറെ നോമ്പ് നോൽക്കാത്ത ഒരു ടീമിനെ ഏൽപ്പിക്കാം. തമാശയിലാരോ പറഞ്ഞതുപോലെ അങ്ങനൊന്നും പറ്റൂല. വീടും വൃത്തിയാക്കണം, റൂമുകൾ വൃത്തിയാക്കണം, ചിലന്തിയുടെ വല മാറാല തട്ടിമാറ്റണം. ആ വിഷയത്തിലൊന്നും പുതിയ തലമുറയോട് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. വൃത്തിയെപ്പറ്റി നല്ല ബോധമുള്ളവരാണ്. നല്ല വൃത്തി വസ്ത്രത്തിൽ വേണം, എല്ലാറ്റിലും വൃത്തി വേണം. അഫനിയത്തക്കും, നിങ്ങളെ മുറ്റം നിങ്ങൾ വൃത്തിയാക്കുവീൻ. വീടും മുറ്റവും വൃത്തിയാക്കണം. അത് നള്ളിഫു എന്ന് പുരുഷന്മാരോടാണ് കൽപ്പന. അതായത് ചൂല് ഒന്ന് തൊടാതെ രക്ഷപ്പെടാൻ കുറച്ച് പ്രയാസം തോന്നുന്നുണ്ട്. ചൂല്, പുരുഷനും ചൂലും തമ്മിൽ ഒരു കോമ്പിനേഷൻ തീരെ കിട്ടുന്നില്ല. എങ്കിലും അങ്ങനെ ഒരു ഹദീസ് വന്നു പോയത് കൊണ്ട് എപ്പോഴെങ്കിലും ഒന്നും ചൂലെടുക്കലല്ലാതെ നിർവാഹമില്ല. കാരണം ചെരുപ്പ് പൊട്ടിയാൽ, ചെരുപ്പ് കേടുവന്നാൽ ആ ചെരുപ്പ് തുന്നുന്ന നബിയാണ് നമ്മുടെ നബി. സുബ്ഹാനല്ലാഹ്, ആ നബി വളരെ വിനയമുള്ള നബിയാണ്. അതുകൊണ്ടാണല്ലോ ബൂസിരി ഇമാമ് ആ റസൂലുള്ളാഹിന്റെ മദ്ഹ് ഇങ്ങനെ പറഞ്ഞിട്ട് ഖദംതു ബിമദീഹിൻ, മഹാനായ ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുകയാണ്. എന്തിനാണ് ഞാൻ പാട്ടും കെട്ടി നടന്ന കാലം, രാജകൊട്ടാരത്തിൽ, രാജാവിന്റെ കൊട്ടാരത്തിൽ കൊട്ടാര കവിയായി ജീവിക്കുന്ന കാലത്ത് ചെയ്തു പോയ മുഴുവൻ പാപവും നബിന്റെ മദ്ഹ് പറഞ്ഞ കാരണം കൊണ്ട് എനിക്ക് പുറത്തു കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ബൂസിരി ഇമാം ആ നബിന്റെ ഒരുപാട് മഹത്വങ്ങൾ ഇങ്ങനെ വർണ്ണിക്കുന്നുണ്ട്. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അടിച്ചുവാരലും ചെരുപ്പ് തുന്നലും ആടിനെ കറക്കലും എല്ലാം നബിയുടെ സുന്നത്തുകളിൽപ്പെട്ടതാണ്. നമ്മളെ ഗസറ്റഡ് റാങ്കിലുള്ള ഓഫീസറായാലും സഖാഫി ആയാലും ഫൈസി ആയാലും ബാക്കവി ആയാലും വീട്ടിൽ വന്നാൽ വീട്ടുകാരനാണ്. അവിടെ ഔറത്ത് മറക്കുന്ന ഒരു തുണി അത് ഉടുത്ത് നമുക്ക് ആ ഭാഗത്ത് ഒരു അർദ്ധനഗ്നനായിട്ട് അതിലെങ്ങനെ നടക്കാം. മുട്ടുപൊക്കലിന്റെ ഇടയിലുള്ള ഭാഗം മറച്ചുകൊണ്ട് ആ പറമ്പിലും അവിടെ ഇവിടെ എല്ലാം നടക്കുക. അക്കാര്യങ്ങളൊക്കെ ചെയ്യുക. ചെടി നനക്കുക,
നല്ലതാണ്. ഒരു 8 മണി സമയമായാൽ നമുക്ക് മെല്ലെ പുറത്തിറങ്ങേണ്ടി വരുമല്ലോ. അവിടെ തന്നെ കൂടാൻ പറ്റൂല. കാരണം നമ്മളൊന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലേ ഭാര്യയ്ക്ക് അവളുടെ പരിപാടികൾ വൃത്തിയാക്കാൻ കഴിയും. നമ്മളെ ചൂല് എത്താത്ത കുറെ സ്ഥലം ഉണ്ടാവും. അവിടെയെല്ലാം എത്തിക്കണമെങ്കിൽ അവള് വേണം. അവള് പറയുകയും ചെയ്യും, ഓ പടപ്പേ ഒന്ന് പോവോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ അവളെ നേർച്ചയാക്കും ഒന്ന് പോയി കിട്ടാൻ. അതുകൊണ്ട് കാലത്ത് പുറത്തൊന്ന് പോവുക. എങ്ങോട്ടാ പോകാനുള്ളത്? എങ്ങോട്ടാണ് പോകാനുള്ളത്? മുസ്ലിമിന് കുറെ പരിപാടികൾ ചെയ്യാനുണ്ട്. 1 പഠനം, 2 ജോലി, 3 സേവനം. ഈ 3 വിഷയത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുക. പഠിക്കാനുള്ളവർ പഠിക്കാൻ പോവുക, ജോലിയുള്ളവർ ജോലിക്ക് പോവുക. ഇത് രണ്ടുമില്ലാത്ത ഞാനെന്താ ചെയ്യേണ്ടത്? നിനക്കൊരു പണി നൽകുന്നു, നീ സേവനത്തിന് പോവുക. നീ റോഡിലേക്ക് പോയാൽ മതി, നിനക്ക് പണി കിട്ടും. റോഡിലേക്ക് ഇറങ്ങിയാൽ പണി കിട്ടും. കൊണ്ടോട്ടിയിൽ പോയാൽ പണി കിട്ടും. കൊണ്ടോട്ടി നോക്കിയതാണ്. കോഴിക്കോട്ടേക്ക് പോയിക്കോ, അവിടെ ഇല്ല. ബാംഗ്ലൂർക്ക് വിട്ടോ. 100 ഉറുപ്പികയും കൊടുത്തു. 100 ഉറുപ്പ്യ കൊടുത്തു. അന്ന് 100 ഉറുപ്പ്യായിരുന്നു ബാംഗ്ലൂർക്ക്. മർക്കസിൽ നിന്ന് ബാംഗ്ലൂർക്ക് 100 ഉറുപ്പ്യായിരുന്നു അന്ന്. ഇപ്പൊ ചാർജ് കൂടി. മുനീർ എന്നാണ് ആ സഹോദരന്റെ പേര്. ആ 100 രൂപ കൊടുത്തു. സദക്കയുടെ നിയ്യത്ത് വെച്ച് കൊടുത്തു. ജോലിയില്ല, വീട് നോക്കാൻ ആരുമില്ലാഞ്ഞിട്ടാണ്. എന്തെങ്കിലും ഒരു ജോലി. ഒരു ജോലിയുമില്ല. 100 ഉറുപ്പ്യ കൊടുത്തു, ബാംഗ്ലൂരിലേക്ക് പോയി. ഞാൻ ആ മുനീറിനോട് പറഞ്ഞു, ബാംഗ്ലൂരിൽ പോയാൽ എല്ലാ കടയിലും കയറി ഇറങ്ങുക, അവരോടൊക്കെ ജോലി ചോദിക്കുക. യാചനയല്ല, ജോലി ചോദിക്കുക. ഒരു സ്ഥലത്ത് പോയി പറഞ്ഞു ജോലി വേണം, അവര് പറഞ്ഞു ജോലിയില്ല. അങ്ങനെ ജോലിയൊക്കെ തരാം, ശമ്പളമൊന്നും തരൂല. അങ്ങനെ ആയിക്കോട്ടെ. ആ ജോലി സ്വീകരിക്കാൻ ഉപദേശിച്ചു. അങ്ങനെ ഒരു കടയിലെത്തി. ബുക്ക് സ്റ്റാളാണ്. ആ ബുക്ക് സ്റ്റാളിലുള്ള മുതലാളി തലശ്ശേരിക്കാരനാണ്. ആ തലശ്ശേരിക്കാരനായ സഹോദരൻ പറഞ്ഞു, ജോലി തരാം, ശമ്പളം തരൂല. മുനീർ പറഞ്ഞു, എനിക്ക് ജോലി മതി, ശമ്പളം വേണ്ട. ആ ജോലി അയാൾക്ക് ലഭിക്കുകയാണ്. 6 മാസം കഴിഞ്ഞു. നല്ല വിശ്വസ്തൻ, ഇസ്ലാം പഠിപ്പിച്ച മര്യാദ അനുസരിച്ച് ഒന്ന് ജീവിച്ചു നോക്കൂ, നിനക്ക് ജോലി കിട്ടുന്നതാണ്. നീ ഒരിക്കലും തന്നെ പാഴായി പോവുകയില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് ജോലി കൊടുത്ത ഇസ്ലാമാണ് കേട്ടോ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് കാരക്കയുടെ മാർക്കറ്റിൽ പണി കിട്ടിയിട്ട് അതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടതുപോലെ ഈ മുനീർ ബാംഗ്ലൂരിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ഈ സലാം രക്ഷപ്പെടുകയാണ്. ഈ ഹാരിസ് രക്ഷപ്പെടുകയാണ്. ഇവന്റെ മുനീർ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ സഹോദരൻ ഒരു ബുക്ക് സ്റ്റാളിന്റെ മാനേജറായി പിന്നീട് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ബുക്ക് സ്റ്റാൾ നടത്തുകയാണ് അയാൾ. ഇപ്പൊ അയാൾ അവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, 6 മാസം കഴിഞ്ഞപ്പോ ഈ ബുക്ക് സ്റ്റാളിന്റെ ഉടമ ചോദിച്ചു, അല്ല നാട്ടിൽ പോകണ്ടേ? അല്ല, ഞാൻ നാട്ടിലൊന്നും എനിക്ക് പോകേണ്ട ആവശ്യമല്ല. അല്ല, നീ ഒന്ന് പോയി വാ. അങ്ങനെ എന്നാ ഞാൻ അടുത്ത മാസം 1-ാം തീയതി പോകാം. പോകാനൊക്കെ വേഗം കെട്ടുമായിട്ട് ഇറങ്ങിയപ്പോൾ ബുക്ക് സ്റ്റാളിലെ ഉടമ ചോദിക്കുന്നു, എടോ പൈസ എന്തെങ്കിലും വേണ്ടേ? പൈസ ഒന്നും എനിക്ക് വേണ്ട, നമ്മൾ അന്നേ പറഞ്ഞല്ലേ ശമ്പളം വേണ്ട. എന്തെങ്കിലും ഒന്ന് നമ്മളൊരു സന്തോഷത്തിന്. അല്ലല്ല, അത് വേണ്ട, അത് വേണ്ട. ഇയാള് രക്ഷപ്പെട്ടു പോയി. ആ ബുക്ക് സ്റ്റാളിലെ ഉടമക്ക് ഇയാളോട് സ്നേഹം കൂടുകയാണ്. അവസാനം അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ അതാ വലിയൊരു സംഖ്യ ഇട്ട് കൊടുക്കുന്നു. ഇത് എൻ്റെ വക ഒരു സന്തോഷത്തിനാണ്. അയാളത് വാങ്ങി വീട്ടിൽ പോയി തിരിച്ചു വന്നു. പിന്നെ ഉടമസ്ഥൻ പറയുന്നു, ഇനി എനിക്ക് നാട്ടിൽ പോകണം, ക്യാഷ് ഈ കൈകാര്യം ചെയ്യണം. കണ്ടോ, ജോലി കിട്ടും. രാവിലെ ഖുർആനോദി നിസ്കാരം നിർവഹിച്ച് റബ്ബിന്റെ പൊരുത്തത്തിൽ ജീവിക്കുന്ന ഒരൊറ്റ കുട്ടിയും വെറുതെ ആയി പോവുകയില്ല. അത് ഇസ്ലാമിന്റെ മഹത്വമാണ്, ഇസ്ലാമിന്റെ കറാമത്താണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ജോലിയില്ലാത്തവർ വലിയ ഭാരമാണ് ഇസ്ലാമിക സമൂഹത്തിൽ. ഒന്നുകിൽ പഠനം, അല്ലെങ്കിൽ ജോലി, അല്ലെങ്കിൽ സേവനം. അതിനുവേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയും അങ്ങനെ അള്ളാഹു ഹലാലാക്കി ഏതെങ്കിലും ജോലിയിൽ ഏർപ്പെടുകയും ചെയ്യുക. ആ ജോലിയിൽ ഏർപ്പെടുമ്പോഴും നിസ്കാരമെന്ന അമല് നഷ്ടപ്പെടുത്താതെ വളരെയധികം ശ്രദ്ധിക്കുക. വസ്ത്രം ധരിക്കുന്ന വിഷയത്തിലും മുസ്ലിം സമുദായം ചിന്തിക്കണം. പുരുഷന്മാർ സ്ത്രീകളുടെ വസ്ത്രം അണിയരുത്, തിരിച്ചും പാടുള്ളതല്ല. താടി
അത് മുസ്ലിമിന് അനിവാര്യമാണ്. ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഒരു ചെറിയ താടിയെങ്കിലും വെക്കാനുള്ള തൗഫീഖ് അള്ളാഹു എല്ലാവർക്കും നൽകട്ടെ. ചില ആളുകളൊക്കെ ആമീൻ പറഞ്ഞത് ചെറിയൊരു പ്രയാസത്തോടു കൂടിയാണ് എന്ന് തോന്നുന്നു. ആമീൻ ഒരു ശക്തി പോരാ, സാരമില്ല, ഇവിടെ വെച്ചാൽ മതി, ഏറ്റവും താഴെ. പിന്നെ നമുക്കിങ്ങനെ കയറ്റിക്കൊണ്ടുവരാം. കല്യാണം കഴിക്കാത്ത ആളുകൾ വേണമെങ്കിൽ അവർക്ക് 6 മാസത്തെ അവധി കൊടുക്കാം. കാരണം അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരമായ അടയാളമാണ്, നമ്മളെ ഐഡന്റിഫിക്കേഷനാണ്. വസ്ത്രത്തിന്റെ വിഷയത്തിൽ സാധാരണക്കാർക്ക് ഏത് വസ്ത്രവും ആകാം, പാന്റാകാം, തുണിയാകാം, പൈജാമയാവാം, ഏതും ആവാം. സ്ത്രീകളുടേത് പുരുഷനും പുരുഷന്റെ സ്ത്രീയും പാടില്ല. പണ്ഡിതന്മാർക്ക് ഓരോ നാട്ടിലും അറിയപ്പെട്ടൊരു വസ്ത്രമുണ്ട്, അതാണ് പണ്ഡിതന്മാർ അണിയേണ്ടത്. ആ വസ്ത്രം അവർ അഴിച്ചു വെച്ച് അങ്ങാടിയിലൂടെ നാടന്മാരെ പോലെ അരിമീങ്ങൾ നടക്കാൻ പാടുള്ളതല്ല. സഖാഫിയാണ്, ഫൈസിയാണ്. നാട്ടിലെത്തിയാൽ മടുക്കുത്തുമായിട്ട് ഇങ്ങനെ നടക്കുന്നു. എന്തേ, നമ്മളെ നാടാണത്. നമ്മളാരെങ്കിലും എപ്പോഴെങ്കിലും ആ വഴിക്ക് പോകുമ്പോ ആരാണത്? അല്ലല്ല, അത് അനുജനോ ജ്യേഷ്ഠനോ ആയിരിക്കും. അല്ലല്ല, ആൾ ഒറിജിനൽ തന്നെ. പറ്റില്ല കുട്ടികളെ, നമ്മളെ വേഷം നമ്മൾ ഒരിക്കലും തന്നെ കളയരുത്. അത് ഐഡന്റിഫിക്കേഷനാണ്. അള്ളാഹുവിന്റെ ഹബീബ് പ്രത്യേകം കൽപ്പിച്ചതാണ്. മാലിക് റളിയല്ലാഹു അൻഹു മദ്ഹബിന്റെ ഇമാമായ മാലിക് ഇമാമിന്റെ വസ്ത്രം എത്ര ഉഷാറുള്ള വസ്ത്രമാണ്. വേണമെങ്കിൽ ഷാഫി ഇമാമിനെ അനുകരിച്ചുകൊണ്ട് വളരെ ലളിതമായ വസ്ത്രമാകാം, മാലിക് ഇമാമിനെ അനുകരിച്ച് മുന്തിയ വസ്ത്രമാകാം. നമ്മളെ ആലിമീങ്ങളിൽ ചിലർ മാലിക് ഇമാമിനെ അനുകരിച്ച് നല്ല ഉഷാറുള്ള കുപ്പായവും നല്ല തലപ്പാവും നല്ല നിറവും പുതിയതും. ചില ആളുകൾ ഷാഫി ഇമാമിനെ അനുകരിച്ച് അവര് ഒരു നീലം മുക്കാത്ത, അത്രയൊന്നും കാണാനൊന്നും ഉഷാറില്ലാത്ത, ഇസ്തിരി വെക്കാത്ത, വേണമെങ്കിൽ എൻ്റെ വാപ്പയൊക്കെ അതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിലുള്ള നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പഴയ ആലിമീങ്ങൾ അവർ ഷാഫി ഇമാമിന്റെ വസ്ത്രം അനുകരിക്കുന്നവരാണ്. മാലിക് ഇമാമിനെ അനുകരിച്ചുകൊണ്ട് നല്ല മുന്തിയ കുപ്പായം, നല്ല ഉഷാറ്, രണ്ടും നല്ലതു തന്നെ. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ മാർഗമാണ് ഒരു വിഭാഗം സ്വീകരിക്കുന്നത്, മറ്റൊരു വിഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലാളിത്യമാണ്. രണ്ടും ശറഅ് അനുവദിച്ചിരിക്കുന്നു. വസ്ത്രം നിര്യാണിക്കതായ വസ്ത്രം ആകാൻ പാടില്ല. പാൻറ്റുകൾ ധരിക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കണം. മക്കളെ, ആർക്ക് വേണ്ടിയാണ് ഈ പാൻറ്? ഞാനത് ഹറാമാക്കുകയല്ല. പാൻറ് പലപ്പോഴും നല്ലതാണ്. മടിക്കുത്തിയാൽ ഔറത്ത് കാണും എന്ന അപകടം പാൻറിൽ ഇല്ല. മടക്കിക്കുത്ത് പാൻറ്റുമേൽ വരുന്നില്ലല്ലോ, അതുകൊണ്ട് ഒരിക്കലും ഔറത്ത് വെളിച്ചത്ത് വരുന്നില്ല. പക്ഷേ മൂത്രിക്കാനിരുന്നാൽ ആ മൂത്രം ശരിക്ക് ഈറ്റുന്നതിന് മുൻപ് ഓടേണ്ടി വരുമ്പോൾ ഈ നജിസുമായി നമ്മൾ നിസ്കരിക്കേണ്ടി വരികയില്ലേ? അതുകൊണ്ട് പാൻറ്റൊന്ന് ലൂസാക്കി എടുപ്പിക്കാൻ യുവാക്കളെ, സുഹൃത്തുക്കളെ വളരെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ദുനിയാവിൻ്റെ അലങ്കാരത്തിന് വേണ്ടി വേഷം കെട്ടി നടന്നിട്ട് അവസാനം എന്താണ് കിട്ടാൻ പോകുന്നത് എന്ന് വളരെ ഗൗരവത്തോടെ ഓർക്കണം. കണ്ടില്ലേ, എത്രയെത്ര ഭൗതിക ലോകത്തുള്ള വലിയ വലിയ ആളുകൾ മരിച്ചു പിരിഞ്ഞു പോയി. അവസാനം അവരെ ശരീരം പൊതിഞ്ഞത് ഏത് തുണിയിലാണ്? അതാ 3 വെള്ളത്തുണിയിൽ പാൻറ് ആ മയ്യത്തിന് ഉടുപ്പിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് നജിസിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ആവശ്യമായ സംവിധാനം പാൻറ്റുകളിൽ ഉണ്ടാകണമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഇഷ്ടമുള്ള ഹലാലായ അനുവദിക്കപ്പെട്ട വേഷങ്ങൾ മുസ്ലിമിന് അണിയാവുന്നതാണ്. വസ്ത്രവിധാനത്തെ സംബന്ധിച്ചെല്ലാം കൂടുതൽ സംസാരിക്കാനുണ്ടെങ്കിലും ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. സ്ത്രീകൾ, അവർക്കും ജോലി ഹലാലായ ജോലി ആവാം. പുരുഷന്മാരുമായി ഇടകലരുന്ന ജോലി അവർക്ക് വേണ്ട. പിന്നെ ഇപ്പൊ ഈ കുടുംബശ്രീയും ഉസ്താദെ +2 കഴിഞ്ഞപ്പോ TTC അങ്ങനെല്ലാം കൂടിയാണ്. എന്തെങ്കിലും ഒരു ചെരിഞ്ഞ മസാലൊക്കെ ഉണ്ടാക്കി തരാതെ നമുക്കിവിടെ ജീവിക്കണ്ടേ? അല്ലാഹ്, അത്തരം സന്ദർഭങ്ങളിലൊക്കെ മനസ്സിലാക്കുക, TV വീട്ടിലുള്ള ആളുകൾ വിവേചന ശക്തി അവർക്കുണ്ടാവണം. അത് വേണ്ട എന്ന് പറയാൻ നിർവാഹമില്ല. കാരണം വാർത്തകൾ അപ്പപ്പോൾ അറിയാതിരുന്നാൽ ലോകത്ത് മറ്റു സമുദായങ്ങളോടൊപ്പം നമുക്കും ജീവിക്കണ്ടേ? അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്നുണ്ടാവൽ നല്ലതാണ്. അത് ഉപയോഗിക്കുന്നിടത്ത് വിവേചന ശക്തി ഉണ്ടാവണം. അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ വബൈനഹുമാ മുതശാബിഹാത്തുൻ.
അള്ളാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹലാൽ വളരെ വ്യക്തമാണ്, ഹറാമും വ്യക്തമാണ്. വബൈനഹുമാ, ഹലാലിന്റെയും ഹറാമിന്റെയും ഇടയിൽ മുത്തശാബിഹാത്തുൻ, തിരിച്ചറിയാൻ പറ്റാത്ത കുറെ സാധനങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ടെലിവിഷൻ. അത് ഹലാലാണോ എന്ന് ഒരു ഉസ്താദിനോട് നിങ്ങൾ ചോദിച്ചാൽ ആ ഉസ്താദ് പറയും ഹലാലാണെന്ന്. കാരണം ചോദിക്കാൻ വന്ന ആൾ ഭക്തിയും വിനയവും തഖ്വയും ജമാഅത്തും നിസ്കാരവും ദിക്റും ഉള്ള ആളാണ്. വേറൊരു ഉസ്താദിനോട് പോയി ചോദിച്ചു വേറൊരാള്, ഈ വന്ന ആളോട് ഉസ്താദ് പറഞ്ഞു അത് നാളെ തന്നെ കൊണ്ടുപോയിട്ട് കഫൻ ചെയ്യണം. കഫൻ ചെയ്ത് എവിടെ കൊണ്ടുപോയിട്ട് മിന്നാ ഖലഖനാക്കും വഫിയാ നുഈദുക്കും, ഉസ്താദേ വമിന്നാ നുഖ്രിജുക്കും താറത്തൻ നുഖ്റ, പിന്നെ ഞങ്ങൾ മാന്തി കൊണ്ടുവരേണ്ടി വരുമോ? അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ആളോട് ഉസ്താദിന്റെ പ്രതികരണം ഹറാമെന്ന് പറയാൻ കാരണം, ഇവന്റെ വീട്ടിലെത്തിയാൽ ഇവന്റെ വീട്ടിൽ ഉമ്മ ഒരു പാവമാണ്, ബാപ്പയും ഒരു പാവമാണ്. ആ ബാപ്പയും ഉമ്മയും മകനോട് എടാ ഓഫാക്ക് എന്ന് പറയൂല, പറഞ്ഞാൽ കേൾക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഇല്ല. കമാൻഡിങ് പവർ വാപ്പക്കും ഉമ്മക്കും ഇല്ല എങ്കിൽ അത്തരം വീടുകളിൽ അത് വേണ്ട. വേറൊരു വീടുണ്ട്, ആ വീട്ടിൽ സ്വന്തം നിയന്ത്രിക്കാൻ കഴിവുണ്ട്, വിവേചന ശക്തി ഉപയോഗിച്ച് ആ വേണ്ടാത്ത സീരിയലുകൾ വരുമ്പോ ഓഫാക്കാൻ കഴിയുന്ന വീടുകളാണോ, അവിടെ ആ മൂലയിൽ അവിടെ നിന്നോട്ടെ. ചില ഉസ്താദന്മാരെ ചില വീടുകളിലൊക്കെ ക്ഷണിക്കൂ, അവിടെ ചെന്ന് നോക്കിയാൽ കാണൊരു മൂലയിൽ ഇങ്ങനെ ഒരു വെള്ളത്തുണി കൊണ്ട് പൊതിഞ്ഞിട്ടൊരു സാധനം. ഇതിപ്പോ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ഉസ്താദെ എന്തൊക്കെ വിശേഷം, റാഹത്ത് തന്നെയാണ്, സുഖം തന്നെയല്ലേ? സുഖം തന്നെയാണ്. ഇവിടെ എന്തേ ഒരു സംഭവം അങ്ങനെ മൂടി വെച്ചത് എന്ന് ഉസ്താദ് ചോദിക്കുവോ? ഇല്ല. ഇയാൾ ഇങ്ങോട്ട് പറയോ നിങ്ങൾ കണ്ടോ ഒരു അജബ്? അയാൾ ഇങ്ങോട്ട് പറയൂല. അതൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. തൽക്കാലം ആ മൂലയിലവിടെ നിൽക്കട്ടത്. ഇത് നിങ്ങൾ വിട്ടുപോകരുത്. എങ്ങനെ? വിവേചന ശക്തി അതുണ്ടാവണം. ബാങ്ക് വിളിക്കുമ്പോഴൊക്കെ അത് ഓഫാക്കണം. വാർത്ത വായിക്കുന്ന ആരായാലും ശരി, വിഷയം ഏതായാലും ശരി. ബഹുമാനപ്പെട്ട ഷാദുൽ ഇമാമിനെ നമ്മളെ മനസ്സിൽ ഓർമ്മ വരണം. വലിയ പണ്ഡിതനല്ലേ ഷാദുൽ ഇമാം? മിസ്റിലാണ് ഷാദുൽ ഇമാമിന്റെ ഖബർ. ത്വരീഖത്തിന്റെ ശൈഖായ ഷാദുൽ ഇമാമിന്റെ സമീപത്ത് ഒരു സാധുവായ സുഹൃത്ത് ചെന്ന് ചോദിക്കുന്നു, ഉസ്താദേ എനിക്ക് നന്നാവണം, എന്നെ ഒന്ന് നന്നാക്കി തരണം. മഹാനായ ഷാദുൽ ഇമാം ആ സഹോദരനോട് പറയുന്നത് വലിയ ദിക്റുകളുടെ പട്ടിക പറഞ്ഞു കൊടുത്തില്ല, തസ്ബീഹ് നിസ്കാരം അടക്കമുള്ള നിസ്കാരങ്ങൾ നിർവഹിക്കണമെന്ന് പറഞ്ഞില്ല. അസാധാരണക്കാരന് ചെയ്യാൻ പറ്റിയ ഒരു മസാല ഷാദുൽ ഇമാം പറഞ്ഞു കൊടുക്കുകയാണ്. ഓ മോനെ, ഒരു കാര്യം ചെയ്യ്, നീ 2 സംഗതി ചെയ്താൽ ഞാൻ രക്ഷിക്കുന്നതാണ്. മുരീദി തമസ്സക് ബി വകുംബിയ വാസിഖ ഫഹമിക ഫിദ്ദുനിയാ വയൗമൽ ഖിയാമത്തി. ഓ മനുഷ്യ, എന്റെ കൽപ്പനകൾ സ്വീകരിച്ചാൽ, ഖുർആനും സുന്നത്തും ഇമാമിങ്ങളുടെ നിർദ്ദേശങ്ങളും ഒരു മനുഷ്യൻ പാലിച്ചാൽ അവര് രക്ഷയുണ്ട്. ഷാദുൽ ഇമാം അവനോട് പറഞ്ഞ ഒറ്റൊന്നേ ഉള്ളൂ, ബാങ്ക് വിളിയുടെ സമയം വന്നാൽ, ബാങ്ക് കേൾക്കുന്ന സമയമായാൽ നീ ഉടനെ ബാങ്കിന് ഇജാബത്ത് കൊടുക്കണം. തെങ്ങിൽ കയറുന്ന തേങ്ങ പറിക്കാരൻ ബാങ്കിന്റെ വിളിയായപ്പോൾ തേങ്ങ പറിക്കാൻ വന്ന ഹിന്ദുവായ സഹോദരൻ വീട്ടിന്റെ ഉടമസ്ഥനോട്, ഈ തെങ്ങിന്റെ ഉടമസ്ഥനോട് ചോദിക്കുകയാണ്, അല്ല ഹാജി സാഹിബെ ബാങ്ക് വിളിക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് കയറിയാ പോരെ? ആ മുസ്ലിമിന് ബാങ്കിനോട് ബഹുമാനമാണ്. ഈ ഹാജിയാര് പറയാണ്, തെങ്ങുമ്മ കയറുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഈ കയറിക്കാം. അങ്ങനെയാണല്ലോ, സംസാരല്ലേ കേടുള്ളൂ, കയറാലോ. ഇവൻ കയറുകയാണ്. കുറെ കയറിയപ്പോ അവന് മുന്നോട്ട് ശക്തി കിട്ടുന്നില്ല. അപ്പോ വേഗം പറയുന്നു, അള്ളാഹുവിന്റെ വിളിയാണല്ലോ കേൾക്കുന്നത്, ദൈവത്തിന്റെ വിളിയാണല്ലോ. ആ മുസ്ലിമായ സഹോദരൻ മെല്ലെ താഴോട്ട് ഇറങ്ങുമ്പോ മുതലാളി പറയുകയാണ്, എടാ ഇറങ്ങണ്ട, കയറിക്കോ. ഹിന്ദുക്കൾക്കുള്ള ബഹുമാനം പോലും നമ്മളെ ബാങ്കിനോട് മുസ്ലിമീങ്ങൾ കാണിക്കാത്ത കാലം വന്നു പോയില്ലേ? ഷാദുൽ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അതാ പറയുന്നു, ബാങ്കിന്റെ സമയമായാൽ നീ അച്ചടക്കം പാലിക്കണം. ആ സുഹൃത്ത് ചോദിക്കുന്നു, രണ്ടാമത് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അത് മറ്റൊന്നുമല്ല, നീ ഒരു ചെറിയ സൂറത്ത് ഇങ്ങനെ ആവർത്തിച്ചോ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്രി വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്രി ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ഈ സൂറത്ത് നീ ആവർത്തിക്കണം. ആ സഹോദരൻ അത് ആവർത്തിക്കാൻ തുടങ്ങി. അയാൾ ഷാദുൽ ഇമാമിന്റെ ഉപദേശപ്രകാരം നന്മയിലേക്ക് എത്തുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, TV ഉള്ള വീടുകളെ, ആ വീട്ടിൽ ആ വീട്ടുകാർ വിവേചന ശക്തി ഉള്ളവരാകണം. ബാങ്കിന്റെ സമയത്ത് ഓഫാക്കണം, നിസ്കാരത്തിന്റെ സമയത്ത് അത് ഓഫാക്കണം.
വേണ്ടാത്ത ഹറാമുകൾ അതിൽ കടന്നു വരുമ്പോഴേക്കും ഓഫാക്കണം. അതിന് കഴിയോ? അനുവദനീയാണ്. കഴിയൂല, അതിന്റെ അടിമയായി പോകുന്നാണോ പേടി? വേഗം അത് ഒഴിവാക്കുക തന്നെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അസർ നിസ്കാരം കഴിഞ്ഞാൽ ഒന്ന് അങ്ങാടിയിൽ ഇറങ്ങാൻ നല്ലതാണ്. മുസ്ലിമിന്റെ സുദിനത്തിൽ അങ്ങാടി കടന്നു വരണം. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. ഈ ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം പള്ളികളാണ്, അള്ളാഹുവിന് ഏറ്റവും വെറുപ്പ് അങ്ങാടികളാണ്. ആ അങ്ങാടിയിൽ കണ്ടപ്പോൾ ഉസ്താദും മുത്തഅല്ലിമീങ്ങളും ഒന്നിച്ചിങ്ങനെ പോയത് ആഖിർ സമാന്റെ അടയാളാണ്. അങ്ങാടി ഏറ്റവും ദുഷിച്ച സ്ഥലമാണെന്ന് ഹദീസിൽ ഉണ്ട്, ഉസ്താദുമാര് പ്രസംഗിക്കാറുണ്ട്. നമ്മളെ ഉസ്താദും കുട്ടികളും അസർ കഴിഞ്ഞാൽ മഗ്രിബ് വരെ അങ്ങാടിയിലാണ്. ഇതൊക്കെ ഖിയാമത്തിന്റെ അടയാളല്ലേ എന്ന് ആരെങ്കിലും സംശയിച്ചു പോകുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, അങ്ങാടിയിൽ പോകൽ ആവശ്യമായ ഘട്ടങ്ങളിൽ പോകാം. ഞാനതിന് തെളിവായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ കാലഘട്ടത്തിൽ ജീവിച്ച ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ കഥയല്ല. അൽ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈപിടിച്ചതിന് ശേഷം, ബൈഅത്ത് ചെയ്തതിന് ശേഷം ആ കൈ ഇടയ്ക്കിടെ എങ്ങനെ മൊത്തുന്ന അബ്ദുല്ലാഹിബ്നു ഉമർ, സുബ്ഹാനല്ലാഹ്, എൻ്റെ ഈ കൈ ഒരു സാധാരണ കൈയല്ല, ഈ കൈ നബി തൊട്ട കൈയാണ്. ഈ കൈ ഇതെന്റെ കൈയാണെങ്കിലും ഇത് നബി തങ്ങൾ തൊട്ട കൈയാണ്. അതുകൊണ്ട് ഈ കൈയിനെ ബഹുമാനിക്കാണ്. അത്ര വലിയ മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അങ്ങാടിയിൽ നിൽക്കുമ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹിബ്നു ഉമറിന്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, അല്ല, മുത്തബിഉ സുന്നയായ അങ്ങ് എന്തിനാണ് അങ്ങാടിയിൽ വന്ന് നിൽക്കുന്നത്? ലാ തബിഉ വലാ തസ്തരി. സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഇബ്നു ഉമർ എന്നവരെ ഇവിടെ എന്താ അങ്ങാടിയിൽ വാങ്ങുന്നുമില്ല വിൽക്കുന്നുമില്ല. വാങ്ങാൻ വന്നതാണെങ്കിൽ അങ്ങനെ കരുതാ, വിൽക്കാൻ വന്നതാണെങ്കിൽ അങ്ങനെ വിചാരിക്കാം. വാങ്ങുന്നും വിൽക്കുന്നുമില്ല, നിങ്ങൾ എന്തിനാ ഇവിടെ അങ്ങാടിയിൽ? അബ്ദുല്ലാഹിബ്നു ഉമറിന്റെ മറുപടി, എനിക്ക് ഈ അങ്ങാടിയിൽ വന്നാൽ വേറെ ചില കാര്യങ്ങളുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇവിടെ വന്നാൽ സലാം ഇഷ്ടം പോലെ പറയാമല്ലോ. അത് വീട്ടിലിരുന്നാൽ കിട്ടൂല. അസറിന് ശേഷം പള്ളിയിൽ തന്നെ ഇരുന്നാലും ഈ സലാം കിട്ടൂല. അസറിന് ശേഷം പള്ളിയിൽ ആരെ വരുമോ? ഇനി മഗ്രിബിനല്ലേ വരൂ. അപ്പൊ അസർ മഗ്രിബിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് പുണ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി അബ്ദുല്ലാഹിബ്നു ഉമർ അങ്ങാടിയിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഇബ്നു ഉമറിന്റെ ഹദീസിൽ പറയുന്നു, മാത്രവുമല്ല, അംറുൻ ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ കഫുൽ അദാ ഗദ്ദുൽ ബസർ ഇർശാദുസ് സബീൽ. 6 ഡ്യൂട്ടികൾ വഴിയിൽ വെച്ച് നിർവഹിക്കാനുണ്ട്. അതിൽപ്പെട്ട ഒരു ഡ്യൂട്ടിയാണ് ട്രാഫിക് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ട്രാഫിക് പോലീസ് സലാം പറയാനും കൂടി തുടങ്ങിയാൽ എത്ര കൂലിയാ കിട്ടുക അല്ലേ? ഓരോ വണ്ടിനെ ഡ്രൈവർ ഇങ്ങനെ അസ്സലാമു അലൈക്കും, അയാൾ അസ്സലാമു അലൈക്കും പറഞ്ഞാൽ നമ്മളെ മറുപടി വഅലൈക്കും അസ്സലാം. ഒന്ന് വേഗം പോകട്ടോ, ലോഹ്യം കൂടി അയാളെ പണി നടക്കില്ല. അതുകൊണ്ടാണ് അയാൾ സലാം പറയാത്തത്. അത് അയാൾ അതുകൂടെ ചെയ്താൽ വലിയ ഹൈറാണ്. ഒരു ജോലിയുമില്ലാത്ത അയാൾക്ക് പറ്റിയ സേവനമാണ് അങ്ങാടിയിൽ പോകൽ. അങ്ങാടിയിൽ പോകണ്ട എന്ന് മതം പറയുന്നില്ല. അങ്ങാടിയിൽ പോകാം, വയല് പറയാൻ വേണ്ടി, പ്രസംഗിക്കാൻ വേണ്ടി അങ്ങാടി ഉപയോഗപ്പെടുത്താം. ഉക്കാദ് എന്ന് പറയുന്നൊരു ചന്തയുണ്ട് മക്കത്ത്. ആ ഉക്കാദ് എന്ന ചന്തയിൽ അള്ളാഹുവിന്റെ ഹബീബായ നബി വയല് പറഞ്ഞിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. ഉക്കാദ് എന്ന സ്ഥലത്ത് അവിടെ വെച്ച് റസൂലുള്ള വയല് പറയുകയും ഒരു ദിവസം അവിടത്തെ ഒരു പള്ളിയിൽ കയറി സുബഹി നിസ്കരിക്കുകയും ചെയ്തപ്പോൾ ഇന്നാ സമഅനാ ഖുർആനൻ അജബാ എന്ന് പറയുന്ന ആ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിറാഅത്ത് ഉക്കാദ ചന്തയുടെ അടുത്തുള്ള പള്ളിയിൽ വെച്ച് നബിയുടെ ഓത്ത് കേട്ടപ്പോൾ ജിന്നുകളെ പള്ളിയിലേക്ക് കയറിയെന്നും 12,000-ഓളം ജിന്നുകൾ ഇസ്ലാം മതം അവലംബിക്കാൻ കാരണമായെന്നും ഉക്കാദ് അവിടെ പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗിക്കാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങാടിയിൽ പ്രസംഗം സംഘടിപ്പിക്കാം. അങ്ങാടി ഏറ്റവും വെറുപ്പുള്ള സ്ഥലമാണെന്ന് പറഞ്ഞത് ഇത്തരം ഗുണങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ്. പിന്നെ അങ്ങാടിയിൽ വേറൊരു തകരാറുള്ളത്, അന്യ സ്ത്രീകൾ
ചന്തമുള്ള സ്ത്രീകൾക്ക് മൊത്തം ചന്തമാണ്. ഇനി ആരും പറയണ്ട, ഭംഗിയുള്ള സ്ത്രീകളെ നോക്കിയാലല്ലേ ഉസ്താദേ കേടുള്ളൂ, ഒരു ഭംഗിയില്ലാത്തതിനെ ഞങ്ങൾ നോക്കിപ്പോയതാണ്, അങ്ങനൊന്നും പറയണ്ട. സ്ത്രീ മൊത്തം ചന്തമാണ്. സ്ത്രീയെ കാണാൻ, ആസ്വദിക്കാൻ, അതിനൊന്നും അങ്ങാടി ഉപയോഗിച്ചുകൂടാ. ആ അങ്ങാടിയിൽ പോയിരുന്നാൽ ഗള്ളുൽ ബസർ, നിന്റെ കണ്ണ് നീ ഒന്ന് താഴ്ത്തണം, നിന്റെ കണ്ണിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തണം. നീ അവിടെ എങ്ങനെ ഇരുന്നോ, ആ ഇരിക്കുന്ന സമയത്തും നിന്റെ നിയ്യത്ത് ഇന്നത്തെ ഇരുത്തത്തിൽ നമ്മളെ നാട്ടിലെ മദ്രസയുടെ പള്ളിയുടെ വിഷയത്തിൽ കുറച്ച് ആളുകളെ കാണേണ്ട ആവശ്യമുണ്ട്. മിക്കവാറും ആ ഹാജിയും ഈ ഹാജിയും ഗൾഫുകാരനൊക്കെ ഇവിടെ എത്തും. ആ കടയിൽ കയറിയാൽ അവിടെ ഉണ്ടാകും. ഒന്ന് കണ്ട് കൈപിടിച്ച് സലാം പറഞ്ഞ് പരിചയപ്പെട്ടുകൊള്ളുക. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം, വലീദ് ഇബ്നു അബ്ദുൽ മലിക് രാജ്യം ഭരിക്കുന്നു, ബഗ്ദാദ് ഭരിക്കുന്ന കാലം. വലീദ് ഇബ്നു അബ്ദുൽ മലിക് ഭരണം നടത്തുന്ന കാലത്താണ് സുബ്ഹാനല്ലാഹ് ബഗ്ദാദിൽ വലിയൊരു പള്ളി, ആ പള്ളിയിൽ 600 വിളക്കുകൾ സ്ഥാപിച്ചിരിക്കുന്നു. ഒരൊറ്റ പള്ളിയിൽ. ഇന്ന് പോലും കേരളത്തിൽ ഏതെങ്കിലും പള്ളിയിൽ 600 വിളക്കുണ്ടോ? ഇല്ല. 600 വിളക്ക് സ്ഥാപിച്ച പള്ളി, 600 ലൈറ്റ് പോയിന്റ് ഉള്ള പള്ളി ഇന്ന് കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? കൊണ്ടോട്ടിക്കാർ പറയും ഞങ്ങളുടെ ഫത്ഹ് പള്ളിയിൽ വലിയ ഉഷാറാണ്, 600 ലൈറ്റ് ഒന്നും നിങ്ങൾക്കും ഇല്ല. എന്നാൽ ബഗ്ദാദിലെ അബ്ദുൽ മലിക് ഉണ്ടാക്കിയ പള്ളിക്ക് 600 ലൈറ്റ് പോയിന്റ് ആണ്. അത് തന്നെയും എന്തു ലൈറ്റ് നിങ്ങൾ ഓർക്കണം, നല്ല എണ്ണയാണ്. ആ എണ്ണയും നല്ല ഗ്ലാസ്സാണ്, സ്ഫടികമാണ്. അതിങ്ങനെ തൂക്കിയിട്ട സ്ഫടികത്തിൽ 600 ലൈറ്റ് കത്തുന്നു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പള്ളി കയറിയപ്പോൾ പേടിച്ചു പോയി. റബ്ബേ, ഇത് അലങ്കാരമല്ലേ, ഇത് ഹറാമല്ലേ? മുസ്ലിം സമുദായത്തിൽ നിരവധി പാവപ്പെട്ടവർ ഒരു നേരത്തെ ആഹാരത്തിന് ഗതിയില്ലാതെ വിഷമിക്കുമ്പോ ഇത്ര അലങ്കാരം പള്ളിക്ക് വേണോ? അതുകൊണ്ട് രാജാവിന്റെ സമീപത്ത് പോവുക തന്നെ, എന്നിട്ട് തടയണം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിന്റെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയ, ധൈര്യത്തിനൊന്നും ഒരു കുറവുമില്ല, വലിയ രാജാവാണ്, അമീറുൽ മുഅ്മിനീനാണ്. ബഗ്ദാദിലെ അമീർ അല്ല എന്ന് മാത്രം. ബഗ്ദാദിലേക്ക് ചെന്നു. അബ്ദുൽ മലിക്കിന്റെ കൊട്ടാരം, വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിന്റെ കൊട്ടാരത്തിന്റെ സമീപത്തെത്തി. ഈ ലൈറ്റ് പോയിന്റ് ഒക്കെ ഒഴിവാക്കി പള്ളി ഒന്ന് ലളിതമാക്കണമെന്ന് പറയാനാണ് പോകുന്നത്. അങ്ങനെ അങ്ങാടിയിലൂടെ, മാർക്കറ്റിലൂടെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് നടന്നു പോകുമ്പോൾ അങ്ങാടിയില്ലതാ 2 റോമാക്കാർ. അലിഫ് ലാം മീം ഗുലിബത്തിർ റൂമു ഫീ അദ്ൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം وهم من بعد غلبهم سيغلبون لله الأمر من قبل ومن بعد فيومئذ يفرح المؤمنون بنصر الله ينصر من يشاء. റോമ സാമ്രാജ്യം, ആ റോമ ഇപ്പോൾ തോറ്റു. ആ റോമ പിന്നെ ജയിക്കും. ഈ റോമ അടക്കമുള്ള എല്ലാ സാമ്രാജ്യങ്ങളും മുഹമ്മദ് നബിക്ക് കിട്ടുക തന്നെ ചെയ്യും എന്നാണല്ലോ റബ്ബ് അറിയിച്ചിട്ടുള്ളത്. ആ റോമ സംസ്കാരം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് ലഭിച്ചല്ലോ. റോമയിൽ ഇസ്ലാമിന് ആധിപത്യം കിട്ടിയല്ലോ. ആ റോം ഒരു കാലഘട്ടത്തിൽ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപന്മാരായിരുന്നു റോമക്കാർ. ആ റോമക്കാരായ 2 ആളുകൾ ബഗ്ദാദിന്റെ പട്ടണത്തിലൂടെ ഇങ്ങനെ നടന്നു പോവുക. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഈ 2 റോമക്കാരെ കണ്ടപ്പോ മെല്ലെ ഒന്ന് അടുത്തേക്ക് പോയി. എന്താണ് ഇവർ പറയുന്നത്? ഈ അങ്ങാടിയിൽ എത്തിയാലേ എന്താ പറയുന്നത് എന്നറിയാൻ കഴിയും. നമ്മളെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് അറിയാനും അങ്ങാടി പോകേണ്ടി വരും. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആ 2 റോമക്കാരുടെ സമീപത്തെത്തിയപ്പോഴാണ് അവർ 2 ആളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മുസ്ലിമീങ്ങൾ അടുത്ത കാലത്തൊന്നും അവര് തകരുകയില്ല, ഇത് തകരുന്നൊരു മതമല്ല എന്ന് അവർ പറയാണ്. അവർ പറയാൻ കാരണം ഈ പള്ളിയാ. ഈ പള്ളി ലൈറ്റ് പോയിന്റും ചൂണ്ടിക്കാണിച്ച് ഇവരിങ്ങനെ പറയാണ്, ഇതൊരു പ്രത്യേക ടീം തന്നെയാണ്, എവിടെ നോക്കിയാലും ഇവരാ പള്ളിയും നല്ല മാണിക്യം പോലത്തെ സ്ഥലത്തൊക്കെ മുത്തു പോലത്തെ പള്ളി, ഇത് തകരുകയില്ല,
ഈ പ്രസ്ഥാനം തകരുകയില്ല എന്നതിന്റെ വലിയൊരു അടയാളമായിട്ട് ഇവരിങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പെട്ടെന്ന് തീരുമാനം മാറ്റുകയാണ്. വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിന്റെ കൊട്ടാരത്തിലേക്ക് ഞാനില്ല, ഈ പള്ളിയുടെ അലങ്കാരങ്ങൾ വേണ്ടെന്ന് പറയാൻ തീരുമാനിച്ച ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മടങ്ങുന്നു. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി അദ്ദേഹത്തിന്റെ ഈ സംഭവം ഉദ്ധരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ അങ്ങാടിയിൽ ഒരു മുസ്ലിം സഹോദരന്റെ പങ്കാളിത്തം അവിടെയുണ്ട്. വീട്ടിൽ തന്നെ ഇരിക്കേണ്ടവനല്ല, അങ്ങാടിയിൽ പോയി ഉപദേശിക്കണം, ലോഹ്യപ്പെടണം, സലാം പറയണം, സലാം മടക്കണം. അത് എല്ലാറ്റിനും പുറമെ വഴി അറിയിക്കാൻ നല്ലതാണ്. ഒരു വഴിയില്ലാത്ത ആൾ റോഡ് മേൽ പോയി നിന്നാൽ മതി. ആ ജംഗ്ഷനിൽ ഒരാളത വരുന്നത്, നമ്മളെ സലീം ഖാന്റെ വീട് എവിടാ? സലീം ഖാന്റെ വീട് ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ പോവുക. ആ പോകുമ്പോൾ ഒരു 50 സ്വലാത്ത് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ അത് ചൊല്ലി തീരുമ്പോഴേക്ക് അവിടെ ഒരു വളവുണ്ട്, ആ വളവിലാണ് മൂപ്പര വീട്. സലീം ഖാന്റെ വീട് തെരഞ്ഞു പോകുന്ന ആൾ 50 സ്വലാത്ത് അങ്ങോട്ട് തുടങ്ങി, ആ സ്വലാത്ത് വേഗം തീർന്നു പോയി, വീട് കാണുന്നില്ല. ഉടനെ മൊബൈലിൽ വിളിക്കുകയാണ്, അല്ലെ ആ സ്വലാത്ത് തീർന്നിട്ടുണ്ട്, വീട് കാണുന്നില്ല. ഇങ്ങനെ സ്വലാത്ത് സ്പീഡ് കൂടിയത് കൊണ്ടാ ഒരു 50 കൂടി ചെല്ലിയാൽ റെഡിയാവും. ആ 50 കൂടി ചെല്ലി അയാളങ്ങോട്ട് പോകുന്നു. സലീമാജിന്റെ വീട് കാണുന്നു. ഇത് മുഴുവനും ഇതിന്റെ കൂലി ആർക്കാണ് ലഭിച്ചത്? ചൊല്ലിയാൾക്ക് കിട്ടിയ കൂലി കുറയാതെ തന്നെ അത് പറഞ്ഞു കൊടുത്ത ഇവനും കൂലി കിട്ടിയല്ലോ. പോരെ സഹോദരന്മാരെ, മുസ്ലിമിന് എവിടെ പോയാലും ജീവിക്കാൻ കഴിയും, എവിടെയും വിജയിക്കാൻ കഴിയും, രക്ഷപ്പെടാൻ കഴിയും. മദീനത്തെ പള്ളിയിൽ വിശ്രമിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രയാണ് വാരിക്കൂട്ടുന്നത്? അസൂയ വെച്ചിട്ട് കാര്യമില്ല. നമ്മളെ നാട്ടിലെ പള്ളിയിൽ ഖാദിയായിരുന്ന വലിയ ഉസ്താദില്ലേ, ആ ഖാദി മരിച്ചിട്ട് 50 കൊല്ലമായി. ഇപ്പോഴും ഖാദിയാരടുത്ത് സിയാറത്തിന് ആള് വരികയാണ്. ഈ റമദാനിൽ വരുന്നവരൊക്കെ ആ ഖബറിന്റെ അടുത്ത് പോയി സലാം പറയുന്നു. നമ്മളിങ്ങനെ വിചാരിക്കും, റബ്ബേ നമ്മളെ വാപ്പന്റെ ഖബറുണ്ടല്ലോ ആ പള്ളിപ്പറമ്പിന്റെ മറ്റേ ഭാഗത്ത്, അവിടെ ആരും സിയാറത്തിന് വരാത്തത് എന്താണ്? വ്യത്യാസം എന്താണ്? സഹോദരന്മാരെ സഹോദരിമാരെ, ഒരു കാലഘട്ടത്തിൽ ഇൽമ പ്രചരിപ്പിക്കുകയും ദീനുൽ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത പവറാണ് അവർക്ക്. പിന്നെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, പിന്നെ ഇങ്ങനെ അവര് വാങ്ങുകയാണ്. അപ്പൊ അങ്ങാടിയിൽ പോയി ഒരൊറ്റ മനുഷ്യന് വഴി കാണിച്ചു കൊടുത്താൽ ആ വഴിയിൽ കൂടെ നടന്നുപോയ മനുഷ്യന്റെ മനസ്സിൽ നിറയെ പ്രാർത്ഥന വരും. പടച്ചോനെ, എനിക്ക് ആ വഴി കാണിച്ച ആ കുട്ടിക്ക് ഈ ഗുണം ചെയ്യണേന്ന് മനസ്സിന്റെ ഉള്ളിൽ പ്രാർത്ഥന വരും. ഇതെല്ലാം വാരിക്കൂട്ടലല്ലേ നമ്മൾ ചെയ്യേണ്ടത്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങാടികളുമായുള്ള ബന്ധം പക്ഷേ അത് വർദ്ധിപ്പിക്കരുത്. അതേ അങ്ങാടിയിൽ ഒരു ചെറിയ ക്ലബുണ്ട്, ആ ക്ലബിന് ഫ്രൈഡേ ക്ലബ്ബ് എന്നാണ് പേരിട്ടത്. ഫ്രൈഡേ വെള്ളിയാണ്. മുസ്ലിം സ്വഭാവമുള്ള പേരിട്ടുകൊണ്ട് മുസ്ലിം കുട്ടികളെ റാഞ്ചിയെടുക്കാൻ വേണ്ടി പരിപാടി എടുക്കുന്ന പല കമ്പനികളും നാട്ടിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മളെ മക്കൾ കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടക്ക് ഒരൊറ്റ കയറിയിട്ട് നമ്മൾ അസ്രഫുണ്ട് അവിടെ ഒറ്റ കയറല്. ഏത് അസ്രഫ്? അസ്രഫ് ഉണ്ട്, മേശന്റെ അടി കമയന്ന് കിടക്കുകയാണ്. നമ്മളെ കാര്യം മൂപ്പര് സുജൂദ് പോയതാണ്. അവിടുന്ന് നടപടി ഒന്നും എടുക്കണ്ട. ഇവിടെ അല്ലല്ലേ? അല്ല, ചെരുപ്പ് പുറത്ത് കാണുന്നുണ്ട്, അവന്റെ ചെരുപ്പ് പോലത്തെ ഒരു ചെരുപ്പാണ്. ഇവിടെ വന്നില്ല. ശരി, ഇതങ്ങാടിയിൽ പോയാലല്ലേ നടക്കൂ. വേഗം അതാ വീട്ടിൽ വരുന്നു. രാത്രിയിൽ വന്നതിന് ശേഷം അവനൊന്ന് ഉപദേശിക്കണം. നമ്മളെ നിത്യജീവിതത്തിൽ അതുണ്ടാവണം. ആ മകന്റെ കീശയിലൊന്ന് കൈയിട്ട് നോക്കണം. ആ കീശയിൽ കഞ്ചാവിന്റെ വല്ല വാസനയോ പൊടിയോ അനുഭവപ്പെട്ടാൽ ആ മകനെ ഉപദേശിക്കാതെ പറ്റുകയില്ല. ആലിമീങ്ങളെയും സ്വാലിഹീങ്ങളെയും കുറ്റം പറയുന്ന കമ്പനിയിൽ നമ്മളെ മക്കൾ അകപ്പെട്ടു പോകാൻ പാടില്ല. അത് വലിയ നഷ്ടമായി പോകും, വലിയ പരാജയമായി പോകും. ഹാറൂൺ റഷീദ് രാജാവിന്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ ഹാറൂൺ റഷീദ് രാജാവ്, അദ്ദേഹത്തിന്റെ കാലത്താണല്ലോ മാലിക് റളിയല്ലാഹു അൻഹു ജീവിക്കുന്നത്. മാലിക് റളിയല്ലാഹു അൻഹു വരുന്നത് കണ്ടാൽ ഹാറൂൺ റഷീദ് രാജാവ് അതാ പറയും, മക്കളെ വാ, മാലിക് ഉസ്താദാ വരുന്നു, മാലിക് ഇമാമ് വരികയാണ്. അദ്ദേഹത്തിന്റെ 2 ചെരുപ്പ് എടുത്ത് വേഗം തുടച്ചു വെക്കണം.
രാജാവാണ് പറയുന്നു മക്കളോട്. മക്കൾക്ക് യാതൊരു മടിയുമില്ല. കുട്ടിക്കാലത്ത് മക്കളെ അങ്ങനെ പഠിപ്പിച്ചാൽ ആ മക്കൾ നല്ലവരായി വളരും, ഖാദിമീങ്ങളായി വളരും. കുട്ടിക്കാലത്ത് തന്നെ ആലിമീങ്ങളെ പറ്റി മോശം പറഞ്ഞു കൊടുത്താലോ ആ മക്കൾ എല്ലാ ആലിമീങ്ങളെയും ചീത്ത പറയും. അത് ഏത് ഗ്രൂപ്പിന്റെ ആലിമെന്ന വ്യത്യാസമില്ല. ഏത് ആലിമായാലും ഒരൊറ്റ ആലിമിനെയും പറ്റി ഗീബത്ത് പറയാൻ പാടില്ല, അവരെ പറ്റി നമീമത്ത് പറയാൻ പാടില്ല, ഫസാദ് പറയാൻ പാടില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ വരുന്ന മാലിക് ഇമാമിന്റെ ചെരുപ്പെടുക്കാൻ വേണ്ടി മക്കൾ ഓടുകയാണ്. ഒരാൾക്ക് 2 ചെരുപ്പല്ലേ ഉള്ളൂ. ആ ഓരോ കുട്ടിയും ഓരോ ചെരുപ്പെടുത്ത് തുടച്ചു വെക്കുകയാണ്. പറഞ്ഞ ഫലം അതപ്പടി സ്വീകരിക്കുക. കൊല്ലങ്ങൾ പലത് കഴിഞ്ഞു. ഹാറൂൺ റഷീദ് രാജാവിന്റെ മകനത കൊട്ടാരത്തിൽ നിന്ന് നാട് വിട്ടുപോവുകയാണ്. എന്തിന്? ഭൗതികമായ ഭരണത്തിന്റെ വളവളപ്പും ദുനിയാവിന്റെ സുഖസൗകര്യങ്ങളും ഇതിങ്ങനെ വർദ്ധിക്കുകയാണല്ലോ. ഈ ആഡംബരങ്ങളുടെ കൂടെ ഞാൻ നിന്നാൽ എനിക്ക് തഖ്വ കുറഞ്ഞു പോകുമോ എന്ന പേടി കൊണ്ട് ഒരു മകനതാ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു പോവുകയാണ്. കേട് വന്ന പോക്കല്ല, ചീത്തയാകാൻ വേണ്ടി പോയതല്ല, നന്നാകാൻ വേണ്ടി, കൂടുതൽ ഉഷാറാകാൻ വേണ്ടി നാട് വിട്ടുപോയി. നല്ലതാണ്, അങ്ങനെ പോകാം. പക്ഷെ അപ്പോഴും ഉമ്മനോടോ അപ്പയോടോ പറഞ്ഞേ പോകാവൂ. അവരെ ബേജാറാക്കരുത്. അവരെ മനസ്സിൽ വേദന തട്ടിപ്പോയാൽ നീ പോയ സ്ഥലം എത്ര മുന്തിയതായാലും ശരി, പൊരുത്തല്ലാണ്ട് നീ ചത്തുപോകും. മക്കത്തും മദീനത്തും പോയി കൂടുക. പക്ഷെ ഉമ്മയോടും ബാപ്പയോടും പറയാണ്ട് പോയാൽ, നല്ല ബാപ്പയോടും നല്ല അമ്മയോടും പറയാതെ ഒരു സ്ഥലത്തേക്കും മക്കൾ പോകരുത്. എത്രയാണ് ഉമ്മയും ബാപ്പയും മക്കളെ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്. അവരെ ഖബർ സിയാറത്ത് ചെയ്യാനും അവർക്ക് വേണ്ടി ഖുർആൻ ഓതാനും അവരെ എപ്പോഴും ഓർക്കാനും നിങ്ങൾ മറന്നു പോകരുതെന്ന് പ്രത്യേകം സഹോദരിമാരോടും സുഹൃത്തുക്കളോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഹാറൂൺ റഷീദ് രാജാവിന്റെ മക്കളതാ പോയി കളയുന്നു. പോയി ഭയമാണ്. അല്ലദീന യുഖീമൂന സ്വലാത്ത വയുതൂന സകാത്ത, നിസ്കാരത്തെ നിർവഹിക്കുന്ന സകാത്ത് കൊടുക്കുന്ന ഈ 2 ഗുണം പറയാത്ത ഒരു സ്ഥലവുമില്ലല്ലോ പരിശുദ്ധ ഖുർആനിൽ. എത്ര കൊടുത്താലും ശരി, എത്ര എന്ത് ചെയ്താലും ശരി, നിസ്കാരമില്ലാത്തവന് വിജയമില്ല. നിസ്കാരത്തിന്റെ സമയമായാൽ പണിയാൻ നിർത്തും. ആ കണ്ടീഷനോട് കൂടി വേണമെങ്കിൽ പണിക്ക് വരാം. പണിക്ക് വിളിക്കുന്നു, അങ്ങനെ അതാ പണിക്ക് പോകുന്നു. നിങ്ങൾ ഓർക്കണം, എല്ലാ ദിവസവും കൃത്യസമയത്ത് കൂലിപ്പണിക്ക് വരുന്ന ആ സാധുവായ മനുഷ്യൻ, നിങ്ങൾ ഓർക്കണം, കൂലിപ്പണിയെടുക്കുന്ന ആളുകൾ ആ പണിയെടുക്കുന്ന സമയത്ത് പത്രം വായിക്കുവാനോ വേറെ ആരോടെങ്കിലും സംസാരിക്കാനോ പാടില്ലാത്തതാണ്. കാരണം ആ പണിയെടുക്കാൻ വേണ്ടി ഏറ്റിട്ടുള്ള സമയത്ത് പണിയിൽ തന്നെ മുഴുകേണ്ടതാണ്. ആ സമയത്ത് വേറുള്ള ബടായി പറഞ്ഞാൽ അവൻ കുറ്റക്കാരനാണ്. ചിലർ കൈക്കോട്ട് പണിക്കാർ കൈക്കോട്ടുമേൽ ഇങ്ങോട്ട് നിൽക്കും, ബൈക്കിൻ്റെ അടുത്തത്ത് നിൽക്കും പോലെ, റോഡുമിലൂടെ പോകുന്ന ആളോട്, പിന്നെ എവിടെ ഈ എപ്പം വന്ന് കണ്ടില്ലല്ലോ, സുഖം തന്നെയല്ലേ. അപ്പൊ അവരുടെ കഥ പറഞ്ഞ് ആ കഥ തീർന്നത് വരെ 30 മുകളിലാ. അപ്പണ്ട് മുതലാളി അപ്പുറത്തൂടെ നടന്നു പോകുന്നു. അല്ല, നമ്മളെ പണി എവിടെ എത്തിയില്ലല്ലോ. ഇന്ന് ഈ ചെറിയ മഴയൊക്കെ ഉള്ളത് കൊണ്ട് നീക്കം കിട്ടുന്നില്ല. എല്ലാം അള്ളാഹ് അറിയുന്നുണ്ട്, അവന്റെ കമ്പ്യൂട്ടറിൽ അറിയുന്നുണ്ട്. ഹാറൂൺ റഷീദ് രാജാവിന്റെ മകനാണിത്. ദിവസവും പണിയെടുക്കാൻ പോകുന്നു, ഹലാലായ ജോലി ചെയ്യുന്നു. വലിയ മുതലാളിയുടെ മകനാണെന്ന് പറഞ്ഞ് ബാപ്പന്റെ തെങ്ങും തേങ്ങയും മുഴുവനും വിറ്റ് നശിപ്പിച്ച് പണിയെടുക്കാതെ നടക്കുന്ന മടിയന്മാർ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. അങ്ങനെ അതാ എല്ലാ ദിവസവും പണിക്ക് വരും, പിന്നെ ഒരു ദിവസം കാണുന്നില്ല. ഈ കർഷകനതാ ഈ കൂലിക്കാരൻ എവിടെയെന്ന് അന്വേഷിക്കുമ്പോഴാണ് വീട്ടിൽ രോഗമായി കഴിയുകയാണ്. രോഗമായി കഴിയുന്ന സമയത്ത് ഈ സഹോദരൻ പറയുന്നു, എൻ്റെ മരണം അടുത്തു വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ ക്ഷീണത്തിലാണ്. അഥവാ ഞാൻ മരണപ്പെട്ടാൽ എന്നെ നിങ്ങൾ തന്നെ കുളിപ്പിക്കണം, നിങ്ങൾ തന്നെ കഫൻ ചെയ്യണം, നിങ്ങൾ തന്നെ എൻ്റെ മയ്യത്തിന് ജനാസക്ക് വേണ്ടി നിസ്കാരത്തിന് നേതൃത്വം നൽകണം. സുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹു അദ്ദേഹവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തമ്മിൽ സംഭാഷണം നടത്തിയ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ മരിച്ചാൽ സുഹൈബേ നീ മയ്യിത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കണം. അങ്ങനെ ചില ആലിമീങ്ങളെയും ചില സയ്യിദന്മാരെയും മരിച്ചാൽ നിസ്കാരത്തിന് നേതൃത്വം നൽകണമെന്ന് വസിയത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. സാധിക്കുമെങ്കിൽ അവർ ആ വാഗ്ദത്വം പാലിക്കൽ നിർബന്ധവുമാണ്. ഏറ്റാൽ ഈ മനുഷ്യനതാ രോഗഗ്രസ്തനായി മരിച്ചു എന്ന വിവരം ലഭിക്കുകയാണ്. മാത്രവുമല്ല മരണവേളയിൽ വേറൊരു വസിയത്തും ചെയ്തു,
എൻ്റെ കയ്യിൽ കാണുന്ന ഈ മോതിരമില്ലേ, ഈ മോതിരം, ഇത് ബഗ്ദാദിൽ ചെന്ന് ഹാറൂൺ റഷീദ് രാജാവിന് മോതിരം നിങ്ങൾ കൊടുക്കണം. 2 ഏൽപ്പനയാണ്. ഞാൻ മരിച്ചു എന്ന് കേട്ടാൽ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യിത്ത് സ്കരിക്കുക, ഈ മോതിരം ഹാറൂൺ റഷീദ് രാജാവിന് കൊടുക്കണം. അതാ വിവരം കിട്ടി, കുളിപ്പിച്ചു കഫൻ ചെയ്ത് മറവ് ചെയ്തു, മോതിരം എടുത്തു കൊണ്ടുപോയി രാജാവിന്റെ കൊട്ടാരത്തിലെത്തിച്ചു. ഹാറൂൺ റഷീദ് രാജാവ് ഈ മോതിരം കാണുമ്പോൾ ഞെട്ടിവറക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇതാരാന്നറിയോ? ഈ മോതിരത്തിന്റെ ആൾ, ഇത് എൻ്റെ മകനാണ്. ആ മകനെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ പണിക്ക് വിളിച്ചത് എന്ന് ഈ സുഹൃത്തിന് ഇതുവരെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നല്ല അമലുകൾ, ജോലികൾ ചെയ്തുകൊണ്ട് ഹലാലായ സമ്പത്ത്, ഹലാലായ സമ്പാദ്യങ്ങൾ ഉണ്ടാകുന്ന ജോലികളിലാകണം ഏർപ്പെടുന്നത്. സ്ത്രീകൾ അവർ ജോലിയെ സംബന്ധിച്ച് നേരത്തെ ഉണർത്തിയല്ലോ, അന്യപുരുഷന്മാരുമായി ഇടകലർന്നതിലുള്ള ജോലികളിൽ സ്ത്രീകൾ പങ്കെടുക്കാൻ പാടില്ല. മഗ്രിബിന്റെ സമയമായാൽ നമ്മൾ അങ്ങാടിയിൽ നിന്നും എല്ലാം വീട്ടിലേക്ക് മടങ്ങണം. അങ്ങാടിയുടെ സമീപത്തൊരു പള്ളി ഉണ്ടെങ്കിൽ അവിടെ പോയി മഗ്രിബും ഇശാഉം നിസ്കരിക്കാം. മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ ദുനിയാവിന്റെ സംസാരമൊന്നും ഉപേക്ഷിക്കാം. ഞാൻ ഓർക്കുന്നു, കൊടുവള്ളിക്കടുത്ത് മടവൂരിൽ അവിടെ ഒരു മരണം നടന്നു. ആ സഹോദരന്റെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിന്റെ അനുജനും ചേട്ടനും മക്കളും ഒക്കെ ഉണ്ട്, അവിടെ നിൽക്കുന്നു. മരിച്ച അന്നല്ല, പിറ്റേന്ന് താസിയത്തിന് പോയതാണ്. ഞങ്ങൾ ഫാത്തിഹയും സൂറത്തൊക്കെ ഓതി ദുആർക്കുമ്പോ മരിച്ച വീട്ടിന്റെ റൂമിൽ വെച്ച് ഒരാളുണ്ട്, ഇങ്ങനെ അയാൾ എന്തോ ചൊല്ലുന്നു. നമ്മളെ ദുആവിനൊന്നും അയാൾ ആമീൻ പറയുന്നില്ല. ഞാനിങ്ങനെ വിചാരിച്ചു, 70 വയസ്സുള്ള ഒരു മനുഷ്യൻ എന്താണ് നമ്മളെ ദുആക്ക് ആമീൻ പറയാത്തത്? ഇയാൾ പുതിയ ആശയക്കാരനാണോ? എന്താ ഇയാൾ ആമീൻ പറയാത്തത്? കണ്ടാ തോന്നുന്നില്ല, നല്ല മുഖം, നല്ല വെളിച്ചം. ആ വെളിച്ചം തന്നെ അടയാളമാണ് അയാൾ അഹ്ലുസ് സുന്നത്തിന്റെ ആളാണെന്നതിന്. അയാളെ മുഖം തന്നെ തെളിവാണ്. ദുആ എല്ലാം കഴിഞ്ഞ് പോരുമ്പോ ഞാൻ അന്വേഷിച്ചു അതാരാണ്. അപ്പോഴാണ് മറുപടി ലഭിക്കുന്നത്, ഈ മരിച്ച മനുഷ്യന്റെ ജ്യേഷ്ഠനാണ്. മഗ്രിബ് ഇശാഇന്റെ ഇടയിലുള്ള സമയത്ത് അദ്ദേഹത്തിന് പതിവായി ഒരു ദിക്റുണ്ട്. 7 യാസീൻ അയാളോതും. ആ ഓത്ത് അയാൾ ചെറുപ്പകാലം മുതൽക്ക് തുടങ്ങിയതാണ്. അതിൻ്റെ ഇടയിൽ പത്രം വായിക്കുന്നില്ല, വേറെ ദുനിയാവിന്റെ ഒരു ശൗലുമില്ല. മഗ്രിബ് ഇശാഇന്റെ ഇടയിലുള്ള ദിവസം, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അതിൻ്റെ ഇടയിലുള്ള സമയം, അത് സൂറത്തുൽ വാഖിയയും തബാറക്കയും ഓതാൻ വേണ്ടി, ദിക്റുകൾ ചൊല്ലാൻ വേണ്ടി നമ്മൾ നീക്കി വെക്കണം. അതിൻ്റെ മുമ്പ് വരെ നാടൻ വർത്തമാനം, പിന്നെയും വർത്തമാനമല്ലേ, ആ സമയം അതിനു വേണ്ടി നീക്കി വെക്കണം. സുബ്ഹാനല്ലാഹ്, അതും കഴിഞ്ഞ് ഇശാ ബാങ്ക് വിളിച്ചാൽ, ഇശാ നിസ്കാരം കഴിയുമ്പോഴേക്ക് അന്നത്തെ പരിപാടിയൊക്കെ തീരുകയാണല്ലോ. ആ ഇശാ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ചെറിയൊരു ഭക്ഷണം, ആ ഭക്ഷണത്തിൻ്റെ മര്യാദകൾ, അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നാളെ പ്രതിപാദിക്കുന്ന സാമൂഹ്യ ബാധ്യതകൾ, സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അത് ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ വേഗം ഉറങ്ങണം. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനിൽ കലാമി ബഅദൽ ഇശാ. ഇശാഇന് ശേഷം സംസാരം നബി വിരോധിച്ചിരിക്കുന്നു. ഇശാഇന് ശേഷം സംസാരം കുറക്കുക. 3 വിഷയങ്ങളിൽ ഒഴികെ 3 വിഷയത്തിൽ സംസാരിക്കാം. 1, ഭാര്യയും ഭർത്താവും സല്ലപിക്കൽ. പ്രത്യേകിച്ച് പുതിയ പെണ്ണാണെങ്കിൽ, പുതിയ ആപ്പിള, പുതിയ കപ്പിൾ, പുതിയ ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോൾ ദിക്റുകളും സലാത്തുകളും രാത്രി ഇശാ നിസ്കരിച്ച ഉടനെ കൊണ്ട് ചെല്ലാൻ തുടങ്ങിയാൽ അവൾ വീട്ടിലേക്ക് വിളിച്ച് മൊബൈലിൽ ബന്ധപ്പെടും. നമ്മളെ മൂപ്പര് ഒരു പഴയ കമ്പനിയാണ്. ഇവളാണോ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഉണ്ടല്ലോ, ഏതോ ഒരാളോട് ലോഹ്യമൊക്കെ പറയലുണ്ടായിരുന്നു. അതെല്ലാം വീണ്ടും പുനഃസ്ഥാപിക്കാനും ശ്രമം നടത്തിയേക്കും. ഒക്കെ അപകടമാണ്. അതുകൊണ്ട് ഭാര്യയെ സന്തോഷിപ്പിക്കണം. ഭാര്യയോട് ഇടയ്ക്കിടെ ചോദിക്കണം, അവളോട് പറയണം, മിന്നി യുഹിബ്ബുക്കി, നിന്നോട് എനിക്ക് ഇഷ്ടമാണ്. ചില ആളുകൾ
ഉണ്ട്. ഈ വരച്ച വരൻ്റെ കുറേ ആളുകളുടെ ദുനിയാവിൽ. ഉസ്താദെ അതിനെ പറയണമെന്നുണ്ടോ? ഒരു മഹബത്തും ഇല്ലെങ്കിൽ പിന്നെ അവൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുവോ, വസ്ത്രം കൊടുക്കുവോ? ഭക്ഷണവും കൊടുക്കണം, വസ്ത്രവും കൊടുക്കണം. അതിൻ്റെ പുറമെ ദിവസവും ഭാര്യയോട് പറയണം, ഇനി യു ഹിബ്ബുക്, നിന്നോട് എനിക്ക് ഇഷ്ടമാണ്, ഇഷ്ടമാണ്. അത് പറയും തോറും അവൾ ഇങ്ങനെ വളരും. പിന്നെ ഒരു ദിവസം അവൾ ഇങ്ങോട്ടും പറയും, നിങ്ങളോട് എനിക്കും ഇഷ്ടമാണ്. രക്ഷപ്പെട്ടില്ലേ? അത് അവൾ പറഞ്ഞില്ലെങ്കിലോ നമുക്ക് സമാധാനം ഉണ്ടോ? അപ്പൊ ഭാര്യയും ഭർത്താവും സല്ലാപത്തിന് വേണ്ടി രാത്രി സമയം ഉപയോഗപ്പെടുത്താവുന്നതാണ്. 2, വിരുന്നുകാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇശാഇന് ശേഷം സംസാരിക്കാവുന്നതാണ്. വീട്ടിൽ വിരുന്നുകാരൻ വന്നു, ഒരു മുത്തഅല്ലിമുണ്ട്, ഒരു മുഅല്ലിമുണ്ട്, പുതിയാപ്പിളയുണ്ട്. അവരോട് വർത്തമാനം പറയാ. ഉസ്താദെ വർത്തമാനം പറഞ്ഞ് തീർന്നു. ചില ആളുകൾക്ക് സംസാരിക്കാൻ ഉണ്ടാവുകയില്ല. 2-3 ദിവസം പറഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല. വേറെ ചില ആളുകളുണ്ട് ഖിയാമത്ത് നാൾ വരെ പറഞ്ഞാൽ തീരാത്തവർ. ഞാൻ ആദ്യത്തെ ടൈപ്പിൽപ്പെട്ട ആളാണ്. പ്രസംഗവേദിയിലൊക്കെ ഇങ്ങനെ പറയുമെങ്കിലും ഒരാളെ അടുത്ത് കിട്ടിയാൽ കൂടുതൽ പറയാനുണ്ടാവില്ല. കാരണം ഞാൻ പറയാൻ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കും എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കുകയോ എഴുതുകയോ തർത്തീബാക്കുകയോ ചെയ്യാമല്ലോ. ഇയാളോടിപ്പോൾ അത്ര അത്യാവശ്യമൊന്നും തോന്നുന്നില്ല പറയേണ്ടതായിട്ട്. വിരുന്നുകാരനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വിരുന്നുകാരനോട് ഭക്ഷണത്തിന്റെ സമയത്ത് സംസാരിക്കൽ അനുവദനീയമാണ്. മാത്രവുമല്ല, ഒന്നും സംസാരിക്കാനില്ല എങ്കിൽ ആ ഡൈനിങ് ടേബിളുള്ള ഷെൽഫിന്റെ വിലയെപ്പറ്റി പറയാം. ഡൈനിങ് ടേബിളിൽ ആ മേശയിലെ ഡൈനിങ് ടേബിൾ, ആ ടേബിളിന്റെ വില പറയാം. വിരുന്നുകാരനോട് ചോദിക്കുക, ഈ ടേബിളിന് ഏതാണ്ട് എന്ത് വില, നിങ്ങളുടെ അഭിപ്രായം? അപ്പൊ അവൻ പറയും, ഒരു 10,000. എന്റെ പൊന്നു സഹോദര, 15,000 എണ്ണി ഞാൻ കൊടുത്തിട്ടുണ്ട്. ചർച്ച ലൈനിൽ കയറി. അപ്പൊ മറ്റേ ആള് പറയാണ്, നമ്മളെ പുരയിലുണ്ടൊന്ന്, ഞാനത് വാങ്ങിപ്പെട്ടതാണ്. സംസാരം റെഡിയായി. ഇനി 1/2 മണിക്കൂർ അങ്ങനെ കിട്ടും. ആ 1/2 മണിക്കൂറിന്റെ ഇടയിൽ വലിയ സ്വാദൊന്നുമില്ലാത്ത ഈ ഭക്ഷണം വിരുന്നുകാരനങ്ങ് കഴിച്ച് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ട്. അല്ലെങ്കിലോ അതൊന്നും വീട്ടുകാരറിയരുത് കേട്ടോ, ഭാര്യ. കാരണം അവള് കാര്യമായിട്ടുണ്ടാക്കിയതാണ്. അത് വിരുന്നുകാരൻ കഴിച്ചില്ല എങ്കിൽ അവൾക്ക് ടെൻഷനാവും. പിറ്റേന്ന് രാവിലെ ആശുപത്രി കൊണ്ടുപോകേണ്ടി വരും. അതുകൊണ്ട് അവളോടൊക്കെ അതൊന്നും പറയേണ്ട, വിരുന്നുകാരെ സന്തോഷിപ്പിക്കണം. 3-ാമത്തെ വിഷയം, ഇൽമ് പഠിപ്പിക്കാൻ വേണ്ടി, ഇൽമിന് വേണ്ടി ഇശാഇന് ശേഷമുള്ള സമയം ഉപയോഗപ്പെടുത്താം. ഈ 3 വിഷയത്തിനല്ലാതെ ഇശാഇന് ശേഷം സംസാരം പാടില്ല. ഇന്ന് മുസ്ലിം സമുദായത്തിലെ പല സഹോദരന്മാരും ഇശാഇന് ശേഷം വട്ടം കൂടിയിരുന്ന് അതിൽ ടിവിയും അതും ഇതുമായി 12-2 മണി വരെ സമയം കൊണ്ടുപോവുകയാണ്. എന്നിട്ട് രാവിലെ സുബഹിക്ക് എഴുന്നേൽക്കാതെ പട്ടിയെ പോലെ സുബഹിന്റെ സമയത്ത് ഉറങ്ങേണ്ടി വരികയാണ്. അവസാനം കിടപ്പറയിലേക്ക് രാത്രിയിൽ പ്രവേശിക്കുമ്പോൾ ഒരു വുളു ചെയ്യൽ നല്ലതാണ്. ആ വുളുവോടുകൂടി അന്നത്തെ ആ ഉറക്കത്തിൽ നീ മരിച്ചാൽ നിനക്ക് ഷഹീദിന്റെ കൂലിയാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഉറങ്ങാൻ കിടന്നത്, മരിക്കാൻ കിടന്നത് ചരിത്രത്തിലുണ്ടല്ലോ. വുളു ചെയ്ത് വൃത്തിയായി വെള്ളവസ്ത്രം ധരിച്ചാണല്ലോ ഉറങ്ങിയത്. വുളു ചെയ്ത് ഉറങ്ങണം, വലഭാഗത്തായിരിക്കണം, വലഭാഗത്തേക്ക് ചെരിഞ്ഞാണ് കിടക്കേണ്ടത്. നിന്റെ മുഖം ഖിബിലയുടെ ഭാഗത്തേക്കാണ് തിരിക്കേണ്ടത്. അങ്ങനെ നീ കിടക്കുന്നതിന് മുൻപ് നിന്റെ ഇടപാടുകൾ മുഴുവനും ഒരു ഡയറിയിൽ എഴുതി അത് തലയണിന്റെ അടിയിൽ സൂക്ഷിച്ചോ. അർഹമുറാഹിമീനായ രാജസജിദായ പടച്ചവൻ ഓരോ ദിവസത്തെയും ജീവിതം ഇസ്ലാമിന്റെ ചിട്ടയിൽ തന്നെ ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. ആമീൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ നിയമങ്ങൾ, സുന്നത്തിൽ പഠിപ്പിച്ച വിഷയങ്ങൾ അതെല്ലാം പാലിക്കുവാൻ എല്ലാവർക്കും അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.